എല്ലാവർക്കും ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അടുത്ത ടീമിനെ അങ്ങ് വിളിച്ചാലോ? റെഡി ആയിട്ടിരിക്കുക. ഏത് ടീമാ? നമ്മുടെ പത്തനംതിട്ട ടീം. ഹരിയുണ്ട്, സുജിത്തുണ്ട്, കൂടെ അഭിലാഷ്. ഇറങ്ങി വാ. ഇത് ഐറ്റം വേറെ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷെ ഞാൻ പറയുന്നു, ഞാനാണ് ഈ പറയുന്നേ, വേറെ ആരുമല്ല. ഇനി അതേ പിടിച്ച് കയറാൻ നിൽക്കണ്ട. ഇത് ഞാൻ 10-12 പേരെ ഞാൻ ഇവിടെ പോറ്റുന്നുണ്ട്. എന്താ കാരണം? ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ. പിന്നെ ഈ സ്ഥാപനം തുടങ്ങാൻ കാരണം എന്തറിയോ? ഞാൻ വെറും ഭിക്ഷക്കാരനല്ല. എൻ്റെ ഒരു മുത്തച്ഛൻ വലിയ ഭിക്ഷക്കാരനായിരുന്നു. പ്രേം എന്നാണ് പേര്. പ്രേം കേട്ടിട്ടുണ്ടായിരിക്കല്ലോ, പ്രേമ പിച്ചുക്കി. അത് എൻ്റെ മുത്തച്ഛനാ. മുത്തച്ഛനെ പറ്റി പാട്ട് വരെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത് പാടുപെട്ടോ ഒരു 10 രൂപ നമ്മൾ പിച്ച ചോദിക്കുന്നേ. 10 രൂപ തന്നിട്ട് അവൻ്റെ മുഖം കണ്ടാലോ നമ്മൾ കളം ചോദിച്ച പോലെ. 10 രൂപ എൻ്റെ പണല്ലേ അടിക്കുന്നു. ഹലോ ഹലോ, ആരാ? ഞാൻ ജോസാ സാറേ. ജോസ് ആരാണ്? ഞാനാണ് സാർ ജോസ്. നീ ജോസ് ആണ്? നീ അല്ല, ആരാണ് ജോസ്? ഞാനാണ് സാർ ജോസ്. ഓക്കെ ജോസ്, എന്താണ് കാര്യം പറയൂ. സാറേ, ഞാൻ ഇന്നാളെ വിളിച്ചായിരുന്നു. അപ്പോൾ 1 മാസം കഴിഞ്ഞ് സാറ് വിളിക്കാൻ പറഞ്ഞായിരുന്നു. എന്താണ് കാര്യം? എന്താണ്? അവിടെ ചേരാനേ. ഓ, ചേരാനുള്ള ആളാണോ? ചേരാനല്ലൂരല്ല, നോർത്ത് പറവൂര്. ചേരാനല്ലൂരല്ലെന്ന്, ചേരാനുള്ള ആള് ആണോ? ഞാൻ അവിടെ ചേരാൻ ഉള്ള ആള് ആണ് സാർ. ഓഹോ, അപ്പൊ ഞാനേ ഒരു നമ്മുടെ ഒരു ഈശ്വര പ്രാർത്ഥന പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. 4 ലൈനല്ലേ ഉള്ളായിരുന്നോ? 10 എണ്ണമായിരുന്നു, 6 എണ്ണം അവള് പോക്കി. അതല്ല, നിങ്ങളുടെ ലൈനിന്റെ കാര്യമല്ല പറഞ്ഞത്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് 4 ലൈനില്ല. അത് 4 ഉള്ളൂ. ആ 4 ലൈൻ പഠിച്ചു വെച്ചോ? അത് പഠിച്ചു. അപ്പൊ ഇങ്ങ് പോന്നാ മതി. സാറേ, ഞാൻ അങ്ങോട്ട് വരുവാ. എനിക്ക് വഴി അറിയത്തില്ല. ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേ ചെയ്യാം. വണ്ടിക്കൂലിക്ക് കാശില്ലായിരിക്കുമായിരുന്നു. അതല്ലടോ, ഫോണിനകത്ത് നമ്മള് വഴി ഇടത്തില്ലയോ? അത് ഗൂഗിൾ മാപ്പ്. ഗൂഗിളിനോട് വരും ഞാൻ മാപ്പ് പറയണോ? ഹലോ, ഇപ്പൊ നീ എവിടെ നിക്കുന്നേ? ഞാൻ പൂങ്കാവ് ജംഗ്ഷനിൽ നിൽക്കുവാ. അവിടുന്ന് വലത്ത് പിടി. വലത്തോട്ട് പിടിച്ചോ? വലത്താ പോയി. ഇച്ചോട് മുമ്പോട്ട് വരുമ്പോഴേ അവിടെ ബോർഡ് ഇരിപ്പുണ്ട്. ഇളക്കിക്കൊണ്ട് വരണോ? ഞാൻ ബോർഡ് ഇളക്കാൻ നിന്നോട് പറഞ്ഞോ? ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഭിക്ഷാടന കേന്ദ്രം 638/90. സാറേ, പൂങ്കാവി ബാറില്ല, കുമ്പഴയാ ബാർ. അതാ അടുത്തതാണോ? അപ്പൊ പിന്നെ നമുക്ക് അവിടെ ഇരുന്നാ പോരെ? അവിടെ അങ്ങ് ഇരിക്കാം, വാ. അല്ലെന്നോ? ഓ ശേ, റൂട്ട് മാറ്റാതോ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വരുവാ. എളുപ്പം വരണം. വന്നേ. ശരി, ഞാൻ വരും. അതെങ്ങനെ ഒരു 10 എണ്ണത്തിനെ ലൈനിൽ വിട്ടിട്ടുണ്ട്. എല്ലാം ഇനി എന്തെല്ലാം വർക്ക് ചെയ്തെന്ന് ആരാഞ്ഞു? കുഴപ്പമില്ല. ആദ്യം 10 പേര് ലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാരെയും ഒരു വീഡിയോ കോൾ ചെയ്ത് ഇവനൊക്കെ എവിടെ നിന്നൊന്നും അറിയണമല്ലോ. പിച്ചച്ചട്ടി നീ തിരിച്ചാ പിടിച്ചേക്കുന്നേ. തിരിച്ചു പിടിക്കടാ. അങ്ങനെ സത്യ പിച്ചച്ചട്ടിയിൽ ആരോ കൈയിട്ട് വരുന്നതാ. ശ്രദ്ധിക്കണത്, നീ ശ്രദ്ധിച്ചേക്ക്. സുമേഷ, നീ ചാക്കിനകത്തല്ല ഇപ്പൊ കിടക്കുന്നത്. ചാക്കിന് വേറെ ഇട്ട് കിടക്കുക. നീ അത് കേറി കിടക്കണ, ചാക്കിനകത്ത് കേറി കിടക്കണ. പിന്നെ ഒരു 4 മണിയാകുമ്പോ ഒരു ടാറ്റ സുമേ ഞാൻ അവിടെ വരും കളക്ഷൻ എടുക്കാൻ. പൈസ മനസ്സിലായല്ലോ? നല്ലപോലെ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാം. ഓക്കെ, ബൈ. എന്തോ കാര്യം? എന്തോ കാര്യം? ഞാൻ മുമ്പേ വിളിച്ചില്ലേ? ജോസാണോ? ഞാൻ എവിടെ കല്യാണത്തിന് പോന്നു? ഇല്ല. പിന്നെ നീ എന്തോ വന്നെന്താണ്? ഞാൻ ഇതിൽ ചേരാൻ വന്ന. ഇങ്ങനോ? ഈ വേഷത്തിലോ? പിച്ചക്കോ? പൊട്ട, ഇതൊക്കെ ചെളിയാക്കണം. അങ്ങനാണോ? എനിക്ക് കുളിച്ചു. കുളിക്കാൻ പാടില്ല. 3 മാസം മുമ്പ് കുളിക്കാൻ പാടില്ല. മുടിയെടുപ്പ് ചിരിച്ചേ പല്ലും തേച്ചു. ഇതൊന്നും പറ്റത്തില്ല ഇവിടെ. അങ്ങനായിരുന്നോ? പിന്നെ നഖം കാണിച്ചു. ഇവിടെ ഇതൊന്നും നഖം വെട്ടിയേ. ഞാനൊന്ന് സ്ഥാപനത്തിൽ പുതിയതായിട്ട് വരുമില്ലോ സാറേ, അതുകൊണ്ടാ. ചേടാ, ഇതൊന്നും പറ്റത്തില്ല. നീ ജോലിക്കല്ല. നീ അല്ല, പറഞ്ഞു വിടല്ലേ. എന്റെ വീട്ടിൽ അതുപോലത്തെ അവസ്ഥ ആയതുകൊണ്ടാ ഞാൻ വന്നത്. നീ അത് കയറി തൂക്കം നോക്കട്ടെ. തൂക്കം നോക്കട്ടെ. താഴെ വീടല്ലേ? ഇല്ല, കയറിക്കോ. 60 കിലോയോ? കൊള്ളത്തില്ലയോ? 30 മതി നമുക്ക്. ഇത് കുറയ്ക്കണം. നമുക്ക് 30 കിട്ടിയാൽ മതി. ഒരു കാര്യം ചെയ്യ്, പിന്നെ കാല് വെട്ടി അങ്ങ് മാറ്റാം. ഒരു 6 കിലോ കുറഞ്ഞ അത്രയാട്ടെ. ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ ആടി മണ്ണിന്റെ ജന്മി. ആരോരുമില്ലാത്ത തെണ്ടി. അടി
അടി. ഈ കാലാന്നോ കുത്തേണ്ടത്? ഞാൻ 2 ആഴ്ച കൊണ്ട് ഈ കാലല്ലേ കുത്തിക്കോ. അത് രായം കുത്തിക്കൊണ്ടിരിക്കുമല്ലയോ. അതെപ്പോ കുത്തി? ആ രായന് കൊടുത്തേക്കുന്ന വലത്തേക്കാല്. അതന്നെ നീ എന്റെ മുമ്പിൽ എന്തിനാ അഭിനയിക്കുന്നത്? ചുമ്മാ അവിടുത്തെ ക്യാരക്ടർ പിടിച്ചോളി ക്യാരക്ടർ പിടിച്ചത് ഇതൊക്കെ തിരിച്ചു പിടിക്കടാ. തിരിച്ചു പിടിച്ചു എങ്ങനെ പൈസ നീ താമസം എന്താണ്? താമസിച്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുത്തോട് പറഞ്ഞു എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കൈ നീട്ടം പുള്ളിയുടെ 100 രൂപയുള്ളൂ. കടയിൽ നിന്ന് ചേഞ്ച് മാറിയിട്ട് തരാമെന്ന് പറഞ്ഞു എന്നെ ആ കടയാവുന്ന കട മൊത്തം കൊണ്ട് നടന്നു. കിട്ടിയ പൈസ എവിടെ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോ എന്റെ ഒരു 50 രൂപ ഇരിപ്പുണ്ടല്ലോ, ഞാൻ അതും വാങ്ങിച്ചുകൊണ്ട് പുള്ളിക്ക് ഒരു 150 രൂപ ഞാനൊരു കടയിൽ നിന്ന് കാപ്പി അങ്ങ് വയറ് നിറച്ച് അങ്ങ് വാങ്ങിച്ചു. പുള്ളിക്ക് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വേറൊരു കാര്യം, എന്തുവാ? നമ്മുടെ ആ സജിയുടെ കടയില്ലേ ചായക്കട, അവിടെ ഒരു 25 രൂപ കൊടുക്കാനുണ്ട്. എന്തായാലും പുള്ളിക്ക് വണ്ടിക്കൂലി ഇല്ലായിരുന്നു പോവാൻ. ആ പൈസ നീ മേടിച്ചു കൊടുത്തോ? ഇത് നഷ്ടമാണല്ലോ. ഇത് നഷ്ടം തന്നെ നഷ്ടം. പിന്നെ നമ്മുടെ ഇവിടുത്തെ പിച്ചക്കാരി താരയില്ലേ, താര, അവളെ എനിക്ക് കെട്ടിച്ചേർന്നു. പിച്ചക്കാരി താരയെ നിനക്ക് കെട്ടിച്ചു തരാനോ? നീ അവളെ എങ്ങനെ പോറ്റും? ഞാൻ പിച്ച എടുത്തിട്ടാലും ഞാൻ അവളെ പോറ്റും. അത് ശരി. നീ ഇവിടെ സർക്കാർ ജോലിയാണോ ചെയ്യുന്നേ? പഴയ താരല്ലേ ഇപ്പൊ പുതിയ താര? അപ്പൊ പുതിയ താര? പഴയ താര പുതിയ താര എന്നല്ല പറഞ്ഞേ. പഴയ താരയല്ല ഇപ്പഴത്തെ ഈ പുതിയ താര. അതാരാ ഈ താര? ഈ താര അതാ ഇപ്പൊ പാര. പോരാ ചേട്ടാ, ഇതായി പറഞ്ഞത് ഇവന് എന്തോ ഒരു കേസ് കെട്ടിന് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോ പുള്ളിക്ക്? പുള്ളിക്ക് അത് നീ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ ഞാൻ പോയി ഇച്ചിരി വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേന് ഇവന് ഇവിടുത്തെ നടത്തിപ്പ് മൊത്തം ഇവനെ പറഞ്ഞ് പഠിപ്പിക്കണം. തീർച്ചയായും. ഓക്കെ. ആശാൻ പോയിട്ട് വാ. കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ആശാൻ. ഇതൊന്ന് പിടിച്ചാട്ട് ഐശ്വര്യമായിട്ട്. വേറൊരു കാര്യം, ഇവിടുത്തെ പിച്ച ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇവിടെ പിച്ച ക്ലാസ് ഉണ്ടോ? എടാ 1-2 ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കണ്ടല്ലോ, നാളെ നേരം വെളുക്കുമ്പോൾ നീ നാട് റോഡിൽ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താ? ഒരു ക്ലാസ് 10 ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അവസ്ഥ പിച്ച ക്ലാസ് ഇവിടുത്തെ. എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ വന്നതെന്ന് അറിയാം നിനക്ക്? ഇല്ല. എനിക്ക് നേരത്തെ പെയിന്റിംഗ് ആയിരുന്നു ജോലി. നല്ല പണിയല്ലായിരുന്നോ സാറേ? നല്ല പണിയൊക്കെ തന്നെ, പക്ഷെ പെയിന്റിങ് ചെയ്യുമ്പോ എന്റെ ദേഹത്തെല്ലാം ചാറ് അന്നപ്പം പെയിന്റ് വീഴും. അയ്യോ, വൃത്തികേടാവും. പിന്നെ വൃത്തികേടല്ലേ? പിന്നെ അത് കഴുകി കളയണം, അവിടെ കുത്തിയിരുന്നു, ഭയങ്കര പാടാ. ഞാൻ പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തിയിട്ട് പിച്ചയ്ക്ക് ഇറങ്ങി. സാറിന്റെ കഥ കേട്ടപ്പോഴാ കേട്ടോ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് തഹസീൽദാറായിട്ടൊരു ജോലി. സൂപ്പർ ജോലിയാണല്ലോ. പിന്നെ സൂപ്പർ ജോലി നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. എടാ, ഒരിടത്ത് കുത്തിയിരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാ അത്. അത് നല്ല ജോലിയല്ലേ? അതെന്തോ നല്ല ജോലി എന്ന് പറയുന്നത്. നമ്മക്കാരനെ എങ്ങനെ ഇറങ്ങിയൊക്കെ നടന്ന് ഒരു വീടിയൊക്കെ വലിച്ചൊരു ചായയൊക്കെ കുടിച്ച ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നടക്കുന്ന ജോലി ആയിരിക്കണം എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ഈ ജോലിയെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ 2 ദിവസം കാത്തിരുന്നപ്പോഴാണ് വേറൊരു ജോലിക്ക് എന്നെ വിളിച്ചു. അതെന്തോ ജോലി? ആധാരം എഴുതാൻ. സൂപ്പർ ജോലി. പിന്നെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ സൂപ്പർ ജോലിയാണ്. ഞാൻ അവരോട് ചോദിച്ചു നടന്നോണ്ട് എഴുതാൻ പറ്റുമെന്ന്. അവര് പറഞ്ഞു നടന്നോണ്ട് എഴുതാൻ പറ്റത്തില്ല, ആൾക്കാരെ ഇവിടെ ഇരുത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. നടന്നോണ്ട് എഴുതാൻ പറ്റുമോ? ആധാരം എനിക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാം. ഇത് എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരാം. പൈസ വേണോ? പൈസ വേണം. ഞാനെങ്കിൽ ഇത് കളിച്ച് കയറ്റി. ഞാൻ പറഞ്ഞാ പുള്ളി. നീ ഇപ്പൊ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നീ എന്തുവാ പറയുന്നത് ഭിക്ഷയ്ക്ക് വേണ്ടി? വല്ലതും തരണേ. ചുമ്മാ വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ നിന്റെ ആരാണ്ട് ഇരിപ്പുണ്ടോ ആ വീട്ടില്? ഇല്ല. എടാ ഞാൻ കാണിക്കും. അമ്മ വല്ലതും തരണേ, കാണിച്ചേ. അമ്മ വല്ലതും തരണേ. കയറി വരട്ടെ. വല്ലതും തരണേ. അമ്മ ഈ അടിച്ചെറിയില്ലേ ഇതാ, അതൊന്നും നനക്കിക്കട്ടെ. അങ്ങനെ അതനക്ക് രണ്ടും കൂടെ കിട്ടുമെന്ന്. അത് കിട്ടും. അനക്ക് അമ്മ എലി പുന്നല്ലേ തിന്നുന്ന പോലെ പിടിക്കുന്നത് ഒറ്റടി തരും. അങ്ങനല്ല ചെയ്യുന്നത്. കറക്റ്റായിട്ട് അമ്മ ഇത് മതി, നീ ഇത്രയും പഠിച്ചാൽ മതി, എനിക്ക് വയ്യ കിടന്ന് വായിക്കാൻ. ഞാൻ ആ പിച്ച നാളെ പിച്ചയ്ക്ക് കൊണ്ടുള്ള പിച്ചച്ചട്ടിയൊക്കെ ഒന്ന് തുടച്ചു നോക്കട്ടെ. പുള്ളി വരുമ്പോഴത്തേനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നാളെ പഠിപ്പിച്ചോ അവനെ പറഞ്ഞു കൊടുത്തോ. കുറച്ച് കാര്യം പറഞ്ഞോ. വലിക്കത്തില്ലേ? അയ്യോ, ഞാൻ വല്ലപ്പോഴും ഒരു ഗോൾഡ് വലിക്കും. അതല്ലെന്ന് ഈ പണിയെടുത്തില്ലേ വലിക്കത്തില്ലേ? അതങ്ങനെ ആയിരിക്കും. വലിക്കൂ? അടിക്കുവോ? എപ്പോഴും ചെറുതറന്നു. അതല്ല, നീ പൈസ തന്നില്ല എന്നെ അടിക്കുവോ? ഞാൻ എന്തിനാ അടിക്കുന്നത്? അപ്പൊ അത് രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന നമുക്ക് എനിക്കറിയാം, അറിയാലോ. അടിച്ചു ഞാൻ ഇവനറിയാം. ഞാൻ പറഞ്ഞായിരുന്നല്ലേ പഠിക്കണം. അപ്പൊ നമുക്ക് ഈശ്വര പ്രാർത്ഥന തുടങ്ങിട്ടെ. റെഡി, 1 2 3 4. പിച്ചത്തെണ്ടുവാൻ നാവുകൾ നൽകിനേ, പിച്ച വാങ്ങുവാൻ കൈകളും നൽകിനേ,
പിച്ചയില്ലാതെ നഷ്ടമി ജീവിതം നഷ്ടമില്ലാതെ കാക്കണം ദൈവമേ നഷ്ടമില്ലാതെ കാക്കണം ദൈവമേ നഷ്ടമില്ലാതെ കാക്കണം ഒന്നാതെ നഷ്ടമാ അതിന്റെ കൂടെ സമയവും നഷ്ടം ഇതെന്തോടെ ഒരു കാര്യം പറഞ്ഞാല് സാറേ ഞാനേ ആ, കാര്യം ചോദിക്കട്ടെ. എന്താണ്? ഇവിടെ ഞാൻ ഈ വർക്കിന്റെ കാര്യമൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പീസ് വർക്ക് വന്നു സാറേ. പീസ് വർക്ക് ചെയ്യാൻ ഇതെന്ന് തയ്യക്കടയോ എടാ ഇത് അങ്ങനല്ല ഇത് മണിക്കൂറിനാണ് പൈസ 110 വെച്ച് 110 ഞാൻ ഇപ്പൊ 1 മണിക്കൂറിൽ എനിക്ക് 100 രൂപ കിട്ടിയെന്ന് വെച്ചു. കിട്ടി അപ്പൊ സാറിന് 10 എനിക്ക് 90 ആണോ? അല്ലല്ല അതായത് നീ നിനക്ക് 100 രൂപ കിട്ടി ആ. 10 നിനക്കും 100 കമ്പനിക്കും ആരാ കമ്പനി? അമ്പിളി ആരാ? എന്റെ കമ്പനി അല്ല ശേ ഞാൻ പറഞ്ഞതല്ല നിനക്ക് 90 രൂപ കമ്പനിക്കാണ് ആ അങ്ങനെ. ആ ആ, അത് ശരി. 10 രൂപ വെച്ച് ഓ, അത് ശരി. അപ്പൊ നിന്റെ ജോലി പോലെ ഇരിക്കും ആ. മനസ്സിലായില്ലേ അപ്പൊ ജോലി എനിക്ക് എങ്ങനെ? ഇതെന്താ പറ്റിയേ അല്ല പുതിയൊരു അടവ് ഞാൻ എങ്ങനെ ഇപ്പഴാ- കേറ്റിയുടെ ഇതിനകത്ത് അറിയത്തില്ല എടുത്ത് കഴിയരുതേ ഓരോ പണി ഒപ്പിച്ചു എന്തോ കാണിച്ചു വെക്കുക. ഇന്ന് തണ്ടാൻ പോകണ്ടേ? പോണം ആ, അതിനുള്ള അളവ് ഞാൻ നോക്കിയതാ. മോനെ നീ വാടാ ചെയ്തടാ എങ്ങനെ? മുമ്പേ പഠിപ്പിച്ചില്ലേ അതൊന്നും ചെയ്തേ ഇങ്ങനെ ആ കാലെന്നട കെറ്റിക്ക് പോട്ടെ ഇവിടെ അടിപൊളി മോനെ അടിപൊളി ആണോ? കീഴടാ ഞാൻ പറഞ്ഞു ഇതിവൻ ചെയ്യട്ടെ എടാ കിടുക്കച്ചട സൂപ്പറാടാ നീ ഇത് ചെയ്താ മതി അപ്പൊ എന്നെ എന്തോ ചെയ്യും? നിന്നെ ഞാൻ കൊന്നു കളയും പൊക്കോളാ അവിടുന്ന് ഇതൊക്കെ എന്ത് വൃത്തിക്ക് അവൻ ചെയ്യുന്നത് ഞാൻ പിന്നെ എന്തോ വടി എടുത്തോണ്ട് പോയി തണ്ടും. നിനക്ക് നിരങ്ങാൻ അറിയാവോ ഞാനൊരു 7 വർഷം അതായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ നിന്നത് അതല്ല ചോദിച്ചത് ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നിരങ്ങത്തില്ലേ ആ അത് നല്ല അത് സൂത്രമാണ്. ചെയ്യാവോ ആ, അത് ഞാൻ- യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യില്ല ഇല്ല. അതൊക്കെ ഇങ്ങനെ തൊട്ട് പൈസ ചോദിക്കാം എന്തുവാടാ ഞാൻ പാട്ട് പാടും. പാട്ട് പാടും പാട്ട് പാടും. പാട്ടുകാരൻ ഇവനാണ് ഇവിടുത്തെ പാട്ടുകാരൻ ആണോ? പിന്നെ സൂപ്പർ പാട്ട് ഇവന്റെ എടാ നീ കവലെ പാടുന്ന പഠിക്കടാ പാടുക പറ എടി ജാനകി ജാനകി ജാന ജാനേ കഥന നികാരം ജാനം ജാനാ മോക്ഷ കവാടം ജാനം ജാനാ. നീ വരി കേട്ടിട്ടുണ്ടല്ലോ ഇതിങ്ങനല്ല പോടാ അവിടുന്ന് ജാനകി ജാനേ രാമ എടാ ഇന്ന് ഈ പാട്ടാ നീ അപ്പൊ ഞാൻ എന്തോ ഇത്ര നാളും പാടിക്കൊണ്ട് നടന്നത്? നീ എവിടെ ഇത് പാടിയത് ഞാൻ സ്റ്റാൻഡില്. നീ ജീവനോട് ഇരിക്കുന്നല്ലോടാ ഷോ സാറേ ഞാൻ ചോദിച്ചതേ ഈ പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് തന്നു കഴിഞ്ഞാൽ കമ്മീഷൻ കിട്ടും? ആ എന്നോട് പറഞ്ഞായിരുന്നു ഇവൻ, പിള്ളേരെ തട്ടിക്കൊണ്ട് പൈസ കിട്ടും. പിന്നെ കമ്മീഷൻ കിട്ടും നിനക്ക്. കമ്മീഷൻ കിട്ടും? ആ ഞാൻ പൈസ തരാം ആമ്പിളാരുണ്ടോ നമുക്ക് കസ്റ്റഡിയിൽ ആമ്പിളാരുണ്ടോ പിള്ളേർ ഞാൻ ഈ പരിപാടിക്ക് ഇങ്ങനെ വരണമെന്ന് തോന്നിയപ്പോൾ തന്നെ ഞാനാണെങ്കിൽ കുറെ പേടത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ലൊക്കേഷനൊക്കെ എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്. എവിടൊക്കെ ഉണ്ടോ? പിള്ളേരാണ്ട് എൻ്റെ കാണിച്ചാടാ പിള്ളേർ നല്ല ആമ്പിളാർ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഭിക്ഷയ്ക്ക് കൊണ്ടുപോകാമല്ലോ ഇതെങ്ങനെയുണ്ട് സാറേ? പോരാൻ പോരാ പോട്ടെ ഇതോ? ആ അവന് പ്രായപൂർത്തി, അവന് അറിവ് വെച്ചവൻ അത് അറിവ് വെച്ചില്ല ഏതാ ഇതോ? ഇവൻ ഇവിടെ ഉണ്ടല്ലോ വെണ്ണിക്കുളത്തെ പയ്യനല്ലേ ഇത്? ആ വെള്ളിക്കുളത്ത് രാജാൻ സിംഡിയുടെ നടത്തുന്ന രാജാന്റെ മോന് ചേച്ചല്ലേ വന്നതാണോ? രാജാന്റെ മോൻ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടോ? പിന്നെ കാരണം ഇവനെ ഞാനെന്താ അറിയോ മേക്കപ്പ് ചെയ്യും നല്ലപോലെ ആ. അപ്പൊ എന്നിട്ട് ഇവനെ തിരിച്ചറിയത്തില്ല അവനെങ്ങാണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അവര് പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടൊന്നും തിരക്കി വരാൻ പറ്റുന്നു. തിരക്കൊന്നും വരാം ഞാൻ ഈ ചെറുക്കനെ കൊണ്ട് ആ കടയിൽ ചെന്നു ഞാൻ പറഞ്ഞ പിടിക്കുന്ന അങ്ങ് പിടിച്ചോട്ടെ എന്ന്. അപ്പൊ അപ്പനെ വേണ്ട അവന് ഞാൻ അതുപോലല്ലേ അവന് നോക്കുന്നത് എന്നെ അപ്പനെ പോലെ അവൻ കാണുന്നത് അപ്പൊ ആ പയ്യൻ അവിടെ നിൽക്കാൻ അവൻ റെഡിയല്ല അപ്പൊ അവൻ വേറൊരു പറയും, കാര്യമുണ്ട്, സാറ് ഈ പിള്ളേരെ കൊണ്ടുവന്നാലും ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നോക്കുന്നത്. പട്ടി നിൽക്കുന്നിടത്ത് പാല് വേണം പറഞ്ഞ പായസം വെക്കുന്നവനെ പാല് വേണമെന്ന് പായസം കൊടുക്കും. സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഈ സിമന്റ് കിടക്കുന്ന നടത്തുന്ന ജോയിച്ചാണെങ്കിൽ എനിക്കൊരു പരാതി തന്നായിരുന്നു. നിനക്കെന്തിനാ പറയാ തന്നെ ഞാൻ ഈ വെണ്ണിക്കുളത്തല്ലയോ വെണ്ണിക്കുളത്തെ പോലീസ് സ്റ്റേഷനിലെ CI ഞാൻ. അപ്പൊ ഈ ചെറുക്കനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് എനിക്കൊരു പരാതി നിന്നൊക്കെ കാരണം ഉണ്ടല്ലോ അർഹതപ്പെട്ട പിച്ചക്കാർക്ക് പോലും ഒരു മനുഷ്യൻ 10 പൈസ കൊടുക്കത്തില്ല. മനസ്സിലായടാ? എവിടാ എന്തുവാ ജീപ്പ് തോണ്ടാ പോയി കയറ്. ഹരി, സുജിത്ത്, അഭിലാഷേ, ഭിക്ഷാടന മാഫിയയുടെ ക്ലാസ് എങ്ങനെയുണ്ടായെന്ന് നമുക്ക് പ്രസാദേട്ടനോട് ചോദിക്കാം. പ്രസാദേട്ടാ പറഞ്ഞോ. ഈ ഭിക്ഷാടന മാഫിയ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. കേരളത്തിലാണ് ഏറ്റവും കുറവെന്നാണ് പറയുന്നത്. വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ ക്രൂരമാണ് ഇത്തരം മാഫിയകൾ. അതൊക്കെ വൻ ലോബികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ സംഭവം ഒരു വെറൈറ്റിയാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഒരു ബ്ലാക്ക് കോമഡി പോലെ തോന്നി നമുക്ക്. തുടക്കത്തിലൊക്കെ ആദ്യം നിങ്ങൾ കുളിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെ കൊള്ളാം, പല്ല് തേക്കാറുണ്ടോ, അത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, നഖം വെട്ടിയോ, അതൊക്കെ നല്ല രസമായിട്ട് വന്നു ഇങ്ങനെ ഒരാളെ പഠിപ്പിക്കുന്നതായിട്ടൊക്കെ. ക്ലൈമാക്സ് നിങ്ങളുടെ നന്നായിരുന്നു. കാരണം അവിടെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവായിട്ടൊരു ഒരു ഫീല് നമുക്ക് കാഴ്ചക്കാർക്ക് വരുന്നത് മുഴുവൻ നിങ്ങളുടെ ആ ക്ലൈമാക്സ് ആയിരുന്നു. ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിനകത്ത് ഒരു ദുഃഖമുണ്ട്. ഇനി സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനകത്തൊരു ഹാസ്യം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹാസ്യം കൊള്ളിക്കാനും ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഏതായാലും നിങ്ങൾ നല്ല കലാകാരന്മാരാണല്ലോ. അടുത്ത പ്രാവശ്യം ഗംഭീരമായ ഒരു സ്കിറ്റുമായിട്ട് വരിക. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. ഓക്കെ, നസീർക്ക പറയൂ. ഇത് ഭിക്ഷാടന കേന്ദ്രം എന്നുള്ള ടൈറ്റില് നല്ല രസമാണ്. പക്ഷേ ആ ടൈറ്റിലിനനുസരിച്ചല്ല പിന്നീട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തത്. കാര്യം പിന്നീട് വന്നപ്പോൾ സീരിയസ് ആയിപ്പോയി മാറ്റർ. നിങ്ങൾക്ക് എന്തോരം ശ്രമിച്ചാലും അതിൽ കോമഡി കൊണ്ടുവരാൻ പറ്റൂല. കാര്യം ആ പറയുന്ന കാര്യങ്ങൾക്കകത്തൊന്നും കോമഡിയല്ല അടങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ എല്ലാം സീരിയസ് ആയിട്ട്. കാര്യം നമുക്ക് നമ്മൾ സ്ഥിരം ഇവരെ കാണുന്നതാണ്. ഇവർ പല രീതിയിൽ നല്ല രീതിയിൽ ഭിക്ഷാടനം എടുത്ത് ജീവിക്കുന്നവരുമുണ്ട്, ഇതൊരു തട്ടിപ്പായി കാണുന്നവരുമുണ്ട്, ഇതൊരു ഒരു കച്ചവടമായിട്ട് കാണുന്ന ആൾക്കാരുമുണ്ട് ഈ ഭിക്ഷാടനത്തിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ അടുക്കി ചേർത്തതെല്ലാം കുറച്ച് സീരിയസ് മാറ്ററായിപ്പോയി. അതിലാണ് പറ്റിപ്പോയത്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. നമുക്ക് തമാശ, അതായത് ടൈറ്റിൽ ഭിക്ഷാടന പരിശീലന കേന്ദ്രം എന്നാൽ പരിശീലിപ്പിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എടുത്തു പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹാസ്യം ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയേനെ. ഇത് വേറെ മാറ്ററിലേക്കൊക്കെ തിരിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ മൂഡ് അങ്ങോട്ടായിപ്പോയി. നമ്മൾ ഓൾറെഡി ആ ഒരു സ്തംഭിച്ചിരിക്കുന്ന പോലത്തെ ഒരു മൂഡിലേക്ക് വന്നു ചില ഭാഗങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹരി, സുജിത്ത്, അഭിലാഷേ, ഇവർ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കാരണം ഇവിടെ അടിച്ച് പൊളിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങളെ കഴിഞ്ഞിട്ടുള്ള ടീമുള്ളൂ ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇതിൻ്റെ കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റാണ്. നമുക്കിപ്പോൾ കണ്ടൻറ്റ് നല്ലായിരുന്നു. നിങ്ങളുടെ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല റേഞ്ചിൽ കളിച്ച്. എനിക്ക് തോന്നുന്നത് സുജിത്തൊക്കെ പറന്ന് കളിക്കായിരുന്നു കേട്ടോ. സുജിത്തൊക്കെ നല്ല മനോഹരമായിട്ട് ഭയങ്കര ലൗഡായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞിട്ട് തമാശകളുടെ കുറവാണ്. ഈ പറഞ്ഞ സാധനം ആവർത്തന വിരസതയുണ്ടെങ്കിലും നിറച്ച് കൗണ്ടർ ഉണ്ടെങ്കിൽ ഇതൊന്നും അറിയൂല. ഈ ചെറിയ ചെറിയ നെഗറ്റീവ് സാധനങ്ങളൊക്കെ അടിയിൽ പോകും. മറ്റ് നല്ല ഗ്രാൻഡായിട്ട് അതൊന്നും മനസ്സിലാവില്ല. അങ്ങനെയാണല്ലോ ചെറിയ വലിയ സിനിമകളും വലിയ സീരിയലിലൊക്കെ നല്ല സിനിമയൊക്കെ ആണെങ്കിൽ ചില സാധനങ്ങൾ ഇത്തിരി പ്രശ്നമുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് ക്ഷമിച്ച് കളയും. ഇത് ഒട്ടും തന്നെ തമാശ ഇല്ലാത്തത് കൊണ്ടാണ് ആ നെഗറ്റീവ് ചെറിയ ചെറിയ നെഗറ്റീവ് കാര്യങ്ങൾക്ക് നമുക്ക് വലുതായിട്ട് തോന്നണത്. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. കാരണം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇവിടെ കണ്ടന്റ് എടുത്തത് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. ഇവിടെ ഗ്രൂമേഴ്സ് ഉണ്ട്. അപ്പം ഇന്നത്തെ ദിവസം നമ്മുടെ അല്ല. കാരണം എല്ലാം 100 നിൽക്കുമല്ലോ. അത് മാത്രം കരുതിയാൽ മതി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത മാർക്ക് കൊടുക്കാം അല്ലേ? മാർക്കിലേക്ക് പോവാം. മാർക്ക് എങ്ങനെയാണ് ഈ കൊടുക്കും? ഞാൻ തന്നെ ആദ്യം തരാം. ഞാനൊരു 6000 രൂപ തരികയാണ്. അല്ല, ഞാനും ഒട്ടും കുറക്കണില്ല. 6000 രൂപ. അപ്പോൾ 6 6 12. ഓക്കെ, അപ്പം ഞാൻ അവിടെ തരാം. ഒന്നും ആയിട്ടില്ലെന്നറിയാം അല്ലേ? നമുക്കറിയാലോ അത് അല്ലേ? അപ്പോൾ സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാവുന്നുള്ളത്. കുഴപ്പമില്ല. നിങ്ങൾ ഇനി പോയാലേ ഇതെല്ലാം മനസ്സിൽ വെച്ചോണ്ട് പോയിട്ട് അടുത്തതായിട്ട് വരുന്നത് അത് ഇതിന്റെ ഇരട്ടിയാകട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ക്രിസ്മസ് ആഘോഷമാക്കാൻ ടോപ്പ് സിംഗർ കുട്ടിപ്പട്ടാളവും മ്യൂസിക്കൽ വൈഫ് വീട്ടമ്മമാരും ഒന്നിക്കുന്ന ആഘോഷരാവ് മഹാസംഗമം ക്രിസ്മസ് ദിനത്തിൽ വൈകുന്നേരം 6:30. അപ്പൊ പ്രസാദ്, അടുത്ത ടീം ഏതാണ്? നല്ലൊരു ടീമാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആരൊക്കെയാണെന്ന് പറഞ്ഞോളൂ നസീറേ. അത് വരുന്നത് സജിമൊങ്ങോട്, ശംഭു, ദീപ്തി. അടിപൊളി. ഞാനിത് എങ്ങനെ സഹിക്കേട്ടാ? എന്റെ മോനും മരുമോളും കൂടി എന്നെ കൊണ്ടുപോവാതെ മറ്റേ സിനിമയ്ക്ക് പോയട മോനെ. മമ്മൂട്ടിയുടെ കടവാവലി കാണാൻ പോയി. എന്ത്? മമ്മൂട്ടിയുടെ കടവാവലി. അയ്യോ, അങ്ങനെയല്ല അതിന് പേര്, കണങ്കാവൽ എന്നാണ്. അങ്ങനെയായിരുന്നാ? അത് നിനക്കറിയായിരുന്നാ? അത്രയും മീറ്റർ കളയേണ്ട സാധനം ഉണ്ടായിരുന്നു. ഞാൻ കയറി പറയത്തില്ലായിരുന്നു. എന്നെ കൊണ്ടുവരാതെ പോയി. എന്നെ കൊണ്ടുപോകാതെ പോയി. ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ല. ഞാൻ മരിക്കും. അവള് തിരിച്ചു വരുമ്പം ഞാനിവിടെ മരിച്ചു കിടക്കും. ഞാൻ ജീവിക്കത്തില്ല. ഞാനിനി ജീവിക്കത്തില്ല.
ഇതെന്തിനാ വെറുതെ മൂത്തെന്തായിട്ട് പൗഡറോ? പൗഡർ അതെന്തിനാ മൂത്ത ഏതായാലും ചാകാൻ പോവല്ലേ? മക്കളെ ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണോടാ. എനിക്കിത് സഹിക്കാൻ വയ്യ. ഇനി ഈ വീട്ടിലൊന്നും വേണ്ട. ഈ വീട്ടിൽ ഇനി ഇന്നു മുതല് തിരിപ്പൈ ഈ വീട്ടിൽ വേണ്ട. മുറുക്കാൻ ഈ വീട്ടിൽ വേണ്ട. അപ്പൊ മുറുക്കാനൊക്കെ എടുത്ത് കളഞ്ഞല്ലേ, അപ്പൊ നന്നാവാൻ തീരുമാനിച്ചു. അയ്യോ ഇത് എന്റേതല്ല, എന്റെ മരുമോളുടെ അമ്മയുടെതാ. അങ്ങനെ ഷൈൻ ചെയ്യണ്ട. ഇപ്പൊ അവിടെ ഇല്ല, പെണ്ണിന്റെ അമ്മ ഇവിടെ ഇല്ല. മൂത്ത മോളെ വീട്ടെടുത്തോട്ട് അടിഞ്ഞൊരുങ്ങി പോയേക്കാണ്. പല്ലിപ്പം വെള്ളയൊക്കെ വാരി തേച്ചിട്ട് 2 ദിവസം കഴിഞ്ഞേ വരും. അതുവരെ എനിക്ക് സമാധാനം, സ്വസ്ഥത, വീട്ടിലിരുന്ന് തിരി ടി വി എങ്ങനെ കണ്ട് സമാധാനത്തിൽ ഇരിക്കാം. ഓ സിനിമയ്ക്കൊണ്ട വരട്ടെ. കടവാവില് കണ്ടില്ലെങ്കിൽ സീരിയൽ കാണാലോ. സീരിയൽ കാണാം. ആ അമ്മയുടെ മോനാണ് യമൻ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ആ കല്യാണം 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 വേറെ കെട്ടടാ. കഴിഞ്ഞ ആഴ്ച തൊട്ട് കല്യാണം വരും. കല്യാണം വരും. ഇറങ്ങി വാ മക്കളെ. കെട്ടടാ കെട്ട്. മണ്ഡപത്തിൽ കയറി കെട്ട്. അയ്യോ കറണ്ട് പോയി. ഓ ഇനി ഇപ്പം സദ്യ കാണാൻ പറ്റൂല, കല്യാണം കാണാൻ പറ്റൂല, പ്രസവം വരെ കാണാൻ പറ്റൂല. അതെങ്ങനെയാണ് നാത്തൂനെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പ്രസവം നടക്കണത്? സീരിയലല്ലേ, അതിൽ അങ്ങനെയൊന്നുമില്ല. കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ കല്യാണം പ്രസവം 100 കെട്ട് വരെ അവര് നടത്തും. ഇങ്ങോട്ട് വന്നേ. എന്റെ നാത്തൂനെ എന്തൊരു കോലമാണ്, ആകെ കോലം തിരിഞ്ഞു പോയല്ല. പറച്ചില് കേട്ടാത്തൊന്നും കണ്ടിട്ട് 5 വർഷമായി. ഇന്നലെ വൈകുന്നേരം ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. വന്നിട്ട് പറഞ്ഞിട്ടോ നാത്തൂനെ ഒരുപാട് മിസ് ചെയ്തല്ലേ? പല്ലടിക്കാൻ തറയിലിടും ഞാൻ. എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു മനുഷ്യനായിട്ടും മിസ് ചെയ്തതല്ല, മിസ് ചെയ്തല്ലേ തന്നെ കാണാണ്ട് ഒരുപാട് വിഷമിച്ചില്ലേന്ന്. നീ പോയതിനു ശേഷം എനിക്ക് വിഷമം. അവസാനം ഞാൻ നിന്റെ സാരിയും ബ്ലൗസും എല്ലാം കൂടെ വെച്ച് കെട്ടി തലയിൽ വെച്ചാണ് കിടന്നുറങ്ങിയത്. എന്നോട് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നോ നാത്തൂനെ? സ്നേഹം കൊണ്ടല്ല മോളെ, എനിക്ക് തലേണ വെച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, പെടലി കുളുക്കും അതാ. ഇതൊന്നും തള്ള അല്ലെങ്കിലും അതെ, ഈ തള്ളേ മകൻ എന്ന് എന്റെ കുടുംബത്തോട്ട് വന്നു കയറിയ അത് തുടങ്ങിയതാണ് എന്റെ കലികാലം. എന്റെ മോനെയും കുറ്റം പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയ അപ്പൊ തുടങ്ങും തള്ളക്കൊരു നാടൻ പാട്ട്. എനിക്കിത് കേൾക്കണം. നീ പാടാ, സിനിമയും കണ്ടിട്ട് പാടാ. നിന്റെ പെണ്ണിന്റെ അമ്മേരെ വായിക്കണ തരുമ്പോ ഞാൻ കേൾക്കണം. എന്നെ എന്റെ മോനെയും എന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോകുമ്പോ എന്റെ മോൻ കരഞ്ഞോണ്ട് പറയും അച്ഛനെ കാണണം, അച്ഛനെ കാണണം, അച്ഛനെ കാണണം, അച്ഛനെ കാണണം. അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടിലെ രവിയണ്ണനെ കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് നാണം ഉണ്ടാ തള്ളേ? സ്വന്തം കൊച്ചി തന്തേനെ കാണണമെന്ന് പറഞ്ഞ് കിടന്ന് കരയുമ്പോ അപ്പുറത്തെ വീട്ടിലെ രവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട്. ഈ രവിയണ്ണന് താടിയുണ്ട്. എനിക്ക് താടിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. വെച്ചേ ഇങ്ങനത്തെ ഒരു നാണമില്ലാത്തൊരു അമ്മേമോനും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളോട് മിണ്ടാനോട്ട് താല്പര്യമില്ല. ആ കറണ്ട് വന്നേ കറണ്ട് വന്നേ കറണ്ട് വന്നേ. അന്ന് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട ബോംബിനേക്കാളും വലുതാ ഇപ്പൊ ഈ വീണേക്കുന്ന ബോംബ്. ഇതിപ്പോ ഒന്ന് നിന്നേ. അയ്യോ എന്നെ തല്ലിക്കൊന്നേ, എന്നെ തല്ലിക്കൊന്നേ. പ്രശ്നം ഉണ്ടാക്കിയത് അവര്, വീണത് ഞാൻ, കരയണത് അവര്. നാട്ടുകാരെ നിങ്ങളൊക്കെ വിചാരിക്കൂലേ ഞാൻ ഇവരെ ഇവിടെ ഇട്ട് കൊല്ലണേത്? ഇങ്ങനെ നിന്നെ ഞാൻ തൊലക്കും. എന്റെ അടുത്ത് വന്നു നിന്നെ ഞാൻ തൊലക്കും. നിങ്ങളുടെ മോനെ നിങ്ങളോട് വരട്ടെ, ഞാൻ ശരിയാക്കി തരാം. നീ എന്റെ അടുത്ത് മിണ്ടണ്ട. ഞാൻ എന്നോട് നിങ്ങൾ വിടാതിക്കണ്ട. നീ മിണ്ടണ്ട പോ. നീ മിണ്ടണ്ട. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇതെന്തുവാടാ ഇത്? ഇത് കണ്ണ്. കണ്ണിനകത്തെന്താ? അത് കൃഷ്ണമണി. അല്ലാതെ ഉണ്ടപ്പരിയൊന്നും അല്ലല്ലോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ 2 പേര് ഇവിടെ നിൽക്കണത് നീ കണ്ടില്ലേ? ഓ അങ്ങനെ. ഇതെന്താ ഇത്? വാ
ആ വായം തുറന്നേ. അതെന്താ അത്? നാക്ക്. അല്ലാതെ ആറ്റുവാള അല്ലല്ലോ. ഞാൻ വന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വാ തുറന്ന് അങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പോൾ രണ്ടുപേരും ഇരിക്കുകയാണെന്ന്. ആരുടെ നീ? ഞാന് ഇൻസുലിൻ. അയ്യോ, അതൊരു അസുഖം വരുമ്പോ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സാധനമല്ലേ? അത് ഇൻസുലിൻ. പിന്നെ ഇത് എൻ സുനിൽ എന്റെ പേരാണ്. അമ്മച്ചി ഞാനൊരു ബ്ലോഗറാണ്. ആര്? ബ്ലോഗർ. സുഭദ്രമേഞ്ച് വന്നേ. എന്താ അമ്മേ? നമ്മളെ തെങ്ങയിലെ രാഘവന്റെ മോളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അതാ വർഷാപ്പിലെ ചെറുക്കനെ കൂടി ഒളിച്ചോടി പോയില്ലേ? തേങ്ങോട്ടാ കുട്ടപ്പന്റെ. അത് പെറ്റി കിടക്കണില്ലേ മോനെ? കെട്ടിക്കാൻ പ്രായമുള്ള പെമ്പിളുടെ കല്യാണം മൊത്തവും കഴിഞ്ഞു. ഇവിടെ ഒരു സംഭവം ഇല്ല. അമ്മ പോയിട്ട് വാ. അല്ല, ഇതൊക്കെ എന്തിനാ എന്റെ അടുത്ത് പറഞ്ഞേ? മോൻ ബ്രോക്കറാണെന്ന് പറഞ്ഞു. ബ്ലോഗറാണ് പറഞ്ഞത്. ബ്ലോഗർ, ഈ ഫുഡ് ബ്ലോഗർ എന്ന് വെച്ചാ. അയ്യോ, ഇതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ഉദാഹരണത്തിന് ഞാൻ ഇതാണ്ട് ഇപ്പൊ ഈ ബിസ്ക്കറ്റ് ഇത് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് വീതിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഇങ്ങനെ തരികയാണ്. മനസ്സിലായില്ലേ? ഇത് സോഷ്യൽ മീഡിയയിലെ സംഭവമാണ്. ഇത് ഞാൻ നാട്ടിലിറങ്ങി വീട്ടിലിറങ്ങിയൊക്കെ ഞാൻ ചെയ്യും. വൈറലാവണം. വൈറലായാൽ മാത്രമേ ഇതിന് കുറച്ച് സംഭവങ്ങളുള്ളൂ. ഇത് യൂട്യൂബിൽ വരുന്ന ഒരു സാധനമാണ്. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ നമുക്ക് നല്ല നല്ല ട്രെൻഡ് ആവും. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ലൈഫിന് ചെയ്യണം. ഇതിന്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യണം. 5 മിനിറ്റ് അങ്ങോട്ട് പോവില്ലേ നീ ഇങ്ങനെ? അതായത് ഇത് ഞാൻ 10 വരെ എണ്ണും. 10 വരെ എണ്ണേനകത്ത് നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ 100 വരും. അങ്ങനെയാണ്. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ റെഡിയാണോ? ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ ഫുഡ് ചലഞ്ച് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് വളരെ നല്ലൊരു വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ 2 അമ്മച്ചിമാരുണ്ട്. നമുക്ക് അവരിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമുക്ക് അടിച്ച് പൊളിക്കും. ഫുഡ് ചലഞ്ച് ബിസ്ക്കറ്റാണ് ആദ്യം തിന്നുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട്. ഞാൻ എണ്ണിയില്ലായിരുന്നു. നിനക്ക് എണ്ണ അറിയാൻ പാടില്ലേ? എനിക്ക് എണ്ണ അറിയാം. പിന്നെ നീ എന്താ എണ്ണാ? അല്ലാതെ അങ്ങനെയല്ല സംഭവം. ഇതിങ്ങനെ കൊണ്ടുവരുന്ന വല്ലതും കിട്ടോടാ നിനക്ക്? എന്തോ പരിപാടി എന്തുവായിരുന്നു? ഇതുപോലെ കൊണ്ടുവല്ലാം കിട്ടുമോ? അമ്മച്ചി ഒന്നും കിട്ടില്ല അമ്മച്ചി. ഇതൊന്നും വൈറലാവണ്ടേ? വൈറലായാലല്ലേ എനിക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. നമ്മളെ തിന്നും പോയി. ഇനിയിപ്പം ചെയ്യാൻ പറ്റും. വന്ന സമയം കൊള്ളത്തിലുള്ള മോനെ എന്റെ മോനൊന്നും ഇവിടെ ഇല്ല. അവരൊക്കെ സിനിമയ്ക്ക് പോയി നമ്മളെ കൊണ്ടുപോയില്ല. അയ്യോ, കൊണ്ടുപോയില്ല. അയ്യോ, അത് വളരെ മോശമായി പോയി കേട്ടോ. നിങ്ങളെ കൊണ്ടുപോകാത്ത വളരെ മോശമായി പോയി. എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കൊണ്ടുപോയാല്. ഭർത്താവ് മരിച്ചുപോയോ? പ്ലെയിൻ ക്രാഷില്. എങ്ങനെ? പ്ലെയിൻ ക്രാഷില്. എങ്ങനെ സംഭവം? പ്ലെയിൻ ക്രാഷിൽ എന്റെ കെട്ടിയോ മരിച്ചു പോയെന്ന്. എനിക്കതല്ല, അപ്പുറത്തെ ചാന്തേര ചാണകക്കുഴി എങ്ങനെ പ്ലേറ്റ് ആയാ എന്തോ. എന്താ മനസ്സിലായില്ല? എവളെ ഭർത്താവ് ചാന്തേര ചാണകക്കുഴിയിലാണ് വീട് മരിച്ചത്. അതാണ് പ്ലെയിൻ. ഈ പെണ്ണുമ്പളൊക്കെ കുടുംബത്തോട്ട് ആരെങ്കിലും വന്ന് കയറുമ്പോ ഒപ്പ് തുടങ്ങുമല്ല. എന്റെ അടുത്ത് മൂപ്പിക്കാൻ പറ്റില്ല. എന്റെ ചെറുക്കന് ഞാൻ ഇവിടെ വന്ന് താമസം തുടങ്ങി. അന്നോട്ട് നീ തുടങ്ങിയത് എനിക്ക് നമുക്ക് ഒരു സ്വത്ത തരാതെ എനിക്ക് സ്വത്ത. എന്റെ മോനും സ്വത്തതയില്ല. ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും. എനിക്ക് സ്വത്ത വേണം. ഈ കുടുംബത്തിലേക്ക് സ്വത്ത വേണം. കേക്കണ്ടേ? കേക്കാം. എനിക്ക് സ്വത്ത തന്നിട്ടില്ല. എടാ നീ കേക്കണം. ഞാൻ പോണ്. ശരിയാവത്തില്ല. ഈ തള്ള എന്റെ കല്യാണത്തിന്റെ കള്ളക്കഥ പറഞ്ഞപ്പോഴത്തേക്ക് നീ ഇവിടെ നിന്ന് കേട്ടാ. പിന്നെ അവരുടെ കഥ കേൾക്കുമ്പോ നിനക്ക് എന്താ രസിക്കാണ്ട് നീ അപ്പൊ തന്നെ കെട്ടുകട പറക്കി പോവാൻ നിക്കണത്? എന്ത് വള്ളി കേസ്? നീ കേട്ടിട്ട് പോയാ മതി. ഇവരെ അമ്പലപ്പറമ്പിട്ട് പിടിച്ച് കെട്ടിച്ചാൽ സംഭവം വേറെ ഒന്നുമല്ല. എന്നെ കല്യാണം കഴിപ്പിച്ചത് പുരുഷാരവത്തിന്റെ ഉത്സവപ്പറമ്പിൽ വെച്ചാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അന്തസ്സാണ്. കഥാപ്രസംഗം നടക്കുന്ന ഒരു പറമ്പിൽ അന്ന് എന്നെ കാണാൻ ഇത്തിരി എല്ലാരും തലവെട്ടിച്ചങ്ങ് പോകുമായിരുന്നല്ലേ? അയ്യോ, അതല്ലെന്ന്. എന്നെ കാണാൻ ഒരു ചിമിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിപ്പോ കഥാപ്രസംഗം ഞാൻ ചെന്നിങ്ങനെ ഇരിക്കുമ്പം നമ്മളെ വീട്ടിൽ തൊട്ടപ്പുറത്ത് മുരളിയാണ് പുറകെ ഇരിപ്പുണ്ട്. കഥാപ്രസംഗം കൊണ്ട് തുടങ്ങി. മാന്യ സദസ്സിന് നമസ്കാരം പറഞ്ഞു തീർന്നത് മുരളി എന്നെ ഇവിടെ ചുരണ്ടല്. ഞാൻ മൈൻഡ് ചെയ്തില്ല. വീണ്ടും കൂടെ തുടങ്ങി. കഥയുടെ പേര് അനീഷ്യ. അപ്പോഴും മുരളിയാണ് ഒരു ചുരണ്ടല്. ഞാൻ മൈൻഡ് ചെയ്തില്ല. അവസാനം ഈ ചുരണ്ടല് നാട്ടുകാർ കണ്ടടേ. അതെങ്ങനെ? മുരളിയെണ്ണ ചുരണ്ടാൻ വേണ്ടി വിരലിങ്ങനെ കൊണ്ടുവന്നത് കാതികൻ അവിടെ നിന്നോണ്ട് പറഞ്ഞു, ദേ അങ്ങോട്ട് നോക്കൂ. എല്ലാരെയും നോട്ടണ്ട. എന്റെ ഇവിടെ മുരളി എന്താ ഇങ്ങനെ പിടിച്ച് കല്യാണം. യഥാർത്ഥ കഥ ഞാൻ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ മാറിക്കുമ്പോഴേ പണ്ട് ഇവരുടെ വീട്ടിൽ കറണ്ട് പോയ നേരത്ത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ഒരാൾ വന്ന് ഫ്യൂസ് കെട്ടാൻ. ആ ഫ്യൂസ് കെട്ടാൻ വന്നവനെ ഈ ഫ്യൂസ് കെട്ടാൻ കണ്ടു നിന്നവളെ പിടിച്ചിട്ട് കെട്ടിച്ചാണ് നാട്ടുകാർ. അങ്ങനെ ഇവര് കല്യാണം കഴിച്ചത്. ഇപ്പൊ ഈ പറഞ്ഞത് എന്റെ മകന്റെ മുമ്പ് വെച്ചാണല്ലോ. പല്ലുമുപ്പത്തിന്റെ തറയിൽ കിടക്കും. അത്രയ്ക്ക് ദേശക്കാരൻ എന്റെ മോൻ. ആരാ നിങ്ങളെ മോൻ? അവൻ ശംഭുവാ. എന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മോൻ കഞ്ചാവെന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിച്ചില്ല. അപ്പൊ ഇവര് പറയും അവൻ ശംഭുവാന്ന്. അവൻ എന്താ വെച്ചാൽ എനിക്കെന്തുവാ? നീ എന്തിനാ വന്നിവിടെ? അമ്മച്ചി ഞാൻ കാര്യം പറയട്ടെ. അതായത് നമ്മുടെ ഈ ഫുഡ് ബ്ലോഗിൽ അടുത്തായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കൽ
ചോറാണ്. ഞെട്ടിക്കൽ ചോറ്. അതോടെ അത് നിങ്ങൾ ചോറ് തിന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഞെട്ടിക്കും. നിങ്ങൾ ഞെട്ടിയാൽ ഞാൻ വിജയിച്ചു, എനിക്ക് ലൈക്ക് കിട്ടും. ആണ്. അത് കൊള്ളാം. ചോറുണ്ടാ? ചോറുണ്ട്. ഇതെല്ലാം പരിപാടി. ഇത് നിങ്ങൾ കഴിക്കുമ്പോണ്ടല്ലോ ഞാൻ നിങ്ങളെ ഞെട്ടിക്കും. ഞെട്ടിക്കുമ്പോണ്ടല്ലോ ഞാൻ വിജയിക്കും. കാര്യം മനസ്സിലായല്ലോ? സംഭവം മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ നമ്മൾ ഞെട്ടിക്കൽ ചോറ് കറങ്ങിയിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇത് കാണാം. വാച്ച് ഇറ്റ്. ചോറിന്റെ ഇടയിൽ വന്നിട്ട് അയ്യോ അല്ല ഞാൻ ഇത് അങ്ങനെ അല്ല. ഇത് നിന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്നെ കൊണ്ട് കയ്യിൽ നിൽക്കത്തില്ല. അത് കൊള്ളത്തില്ല. അത് അല്ല അമ്മച്ചി, അത് അങ്ങനെ അല്ല. നിങ്ങൾ അത് എന്നെ എൻ്റെ അടുത്ത് സഹകരിക്കാത്തോണ്ടാണ്. ഇത് അങ്ങനെയല്ല. ശരിയായില്ല. നിന്നെ കൊണ്ട് ഞെട്ടിയില്ല. പരിപാടിയൊക്കെ പൊളിഞ്ഞു പോ. ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഇത് സംഭവം പൊളിഞ്ഞു. പ്രിയമുള്ളവരെ, എൻ്റെ ഞെട്ടിക്കൽ സംഭവം ഇന്നത്തെ ഈ സംഭവം ചലഞ്ച് ഇന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ തോൽപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് അമ്മച്ചിമാരാണ്. ഈ രണ്ട് നല്ല സൗന്ദര്യമുള്ള അവരാണ്. അപ്പോൾ ആ സംഭവം പൊളിഞ്ഞു. അപ്പോൾ ഇനി നമ്മളെ ചോറിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നമുക്ക് അവരോട് ചോദിക്കാം. അതെങ്കിലും ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞോളൂ. ഈ ചോറിന്റെ കാര്യം പറഞ്ഞ ഒരു രക്ഷയില്ല. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വയറ് ഭയങ്കര വേദന. ഒരു രക്ഷയില്ല. അങ്ങനെയൊന്നും പറയരുതെന്ന്. ഇത് എല്ലാ രീതിയിലും എനിക്ക് തോൽവിയാണല്ലോ. നാളെ നിനക്ക് എവിടെയാണ് ഈ ചോറിന്റെ പരിപാടി? ഈ ചോറിന്റെ പരിപാടി നാളെ ചോറിന്റെ പരിപാടി ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പുറത്താണ്. അവിടെ നാളെ ഞാനും ഇവളും കൂടി വരും. ഇതുപോലെ ചോറ് തിന്നും. കേട്ടാ? ഇപ്പൊ നീ ഞെട്ടിയില്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ ഞെട്ടിക്കൽ ചോറ്. അപ്പൊ ഞെട്ടിക്കൽ ചോറ് എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ആദ്യം നസീർക്കിനോട് വയ്ക്കാം അല്ലേ? അതെ, കൊള്ളായിരുന്നു. പക്ഷേ ഞെട്ടിക്കൽ ചോറ് ഞെട്ടിക്കാൻ പറ്റിയില്ല. തമാശയുടെ കുറവുകളുണ്ടായിരുന്നു. നിങ്ങൾ 3 പേര് അസാധ്യമായിട്ട് ചെയ്തു കേട്ടോ. ആ ഉള്ളത് വൃത്തിയായി നിങ്ങൾ ചെയ്തു. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു ചിരി വീണില്ല. അത് ഒരു സത്യമായ കാര്യമാണ്. പിന്നെ ആ സബ്ജക്റ്റ് അത്ര ഇത് നിങ്ങൾക്ക് പറ്റിയതല്ലാന്ന് തോന്നുന്നത്. ഒരു സുഖമില്ലാതെ തോന്നിയിരുന്നു. അതിൻ്റെ ബ്ലോഗർ ഒക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണല്ലോ. ഇങ്ങനെ മത്സരങ്ങൾക്ക് ഓരോ സ്ഥലത്ത് ഇരുന്നില്ല, ഓരോന്ന് ജയിപ്പിക്കുക, അതൊക്കെ നമ്മൾ ഒത്തിരി കണ്ടുപോയതാണ്. പക്ഷേ എന്തെങ്കിലും പുതുമകളുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടാലും പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പുതുമകളൊന്നും അതിൻ്റെ അകത്ത് വരുത്താനായിട്ട് പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ആ കളങ്കാവൽ പിടിച്ചിട്ട് അത് തന്നെ അങ്ങ് പോകുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. ഇത് അങ്ങോട്ടും പോയില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു മേഖലയിലേക്കാണ് നിങ്ങൾ തിരിഞ്ഞത്. നിങ്ങൾ 3 പേരും നല്ല രീതിയിൽ ആക്ട് ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാൻ, ചിരിയുടെ അംശം കുറഞ്ഞാൽ ചിരിക്കണ്ടേ? ചിരിച്ചാലല്ലേ കാര്യങ്ങളുള്ളൂ. ആ ഒരു കുറവേ ഉള്ളൂ. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കി എടുക്കാം അല്ലേ ഷാജി? അതെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പ്രസാദ് ഏട്ടാ പറ. നമ്മുടെ മിമിക്രി കലാകാരന്മാരുടെ അല്ലെങ്കിൽ ഹാസ്യ കലാകാരന്മാരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആനുകാലികത എന്താണോ അത് കയറി അത് ബേസ് ചെയ്തുകൊണ്ടൊരു സ്കിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സംഭവം ബേസ് ചെയ്തുകൊണ്ടൊരു സ്കിറ്റ് ഉണ്ടാക്കി എന്നുള്ളതിന് ഒരു നല്ല കയ്യടി. കാരണം മനസ്സിലായില്ലേ? പക്ഷേ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഹ്യൂമറിൻ്റെ ഒരു പവർ കുറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പെർഫോമൻസ് ഗംഭീരമായിരുന്നു. അടുത്ത പ്രാവശ്യം സൂപ്പറായിട്ട് ഒരു ഉഗ്രൻ പെർഫോമൻസ് ആയിട്ട് ദീപ്തി എല്ലാവരും വരിക കേട്ടോ. ശംഭു, സജി, ദീപ്തി, ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇത് വെർബൽ കോമഡിയേക്കാൾ കൂടുതൽ ഈ ആക്ഷൻ കോമഡി ആയിരുന്നു. ഈ സ്കിറ്റ് വിജയിക്കാൻ വേണ്ടി ഒരു 100% അല്ലെങ്കിൽ 90-95% നമ്മുടെ ശംഭു ഇതിനകത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടത് ഞാൻ കണ്ടിട്ടാ. കാരണം ആ വെർബൽ ഹ്യൂമർ ഇല്ലെങ്കിൽ തന്നെയും, കാരണം ഒരുപാട് ആക്ഷൻ കോമഡി കൊണ്ട് ചിരിപ്പിക്കുന്ന ആളാണ് നമ്മുടെ ശംഭു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ റിമോട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതുവരെയൊക്കെ നല്ല രസമായിരുന്നു. ഭയങ്കര കൺട്രോളിങ്ങും ഭയങ്കര ടൈമിങ്ങും ആയിരുന്നു. അത് നമ്മൾ കറക്റ്റ് റിമോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് മാറ്റുന്നത് പോലെ കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ആക്ഷനും കറക്റ്റായിരുന്നു. വ്ളോഗ് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത്, അത് സജിയുടെ കുഴപ്പം കൊണ്ടല്ല, ആ വ്ളോഗ് വന്നതിന് ശേഷം നിങ്ങൾ 3 പേരും കൂടെ ഉള്ള കുറേ തമാശകൾ, വെർബലായിട്ടുള്ള തമാശകൾ കുറവായിരുന്നു. അത്രയേ ഉള്ളൂ. ആക്ഷൻ കാര്യങ്ങളൊക്കെ മനോഹരമായിരുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം 3 പേരും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുമല്ലോ, ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് വന്നില്ല എന്നുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കിയാൽ മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മാർക്ക് ആരാണ് ആദ്യം കൊടുക്കുന്നത്? ബിജുവിന് ആദ്യം കൊടുത്തോ? അതെ, ബിജു കൂട്ടെ. ഞാനൊരു 6 മാർക്ക് കൊടുക്കാം. ഞാനൊരു 1000 രൂപയുടെ കൂട്ടി 7000 രൂപ തരും. ഓക്കെ. 7, 6, 13. പറഞ്ഞു പോയല്ലോ. ഇച്ചിരി ഇങ്ങോട്ട് കൂട്ടണ്ടേ? അവിടെ തന്നിരിക്കുന്നു. ഒത്തിട്ടില്ല അല്ലേ? ഒത്തിട്ടില്ല. അപ്പൊ അടുത്ത ഗംഭീരമായിട്ട് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
പ്രസാദാ, അടുത്ത ടീം ആരാണെന്ന് അറിയാമോ? അടുത്ത ഗംഭീര ഒരു ടീമാണ്. അതെ 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 അതെ. കൊച്ചു പ്രദീപ് ഉണ്ട്, സൂര്യശ്രീ ഉണ്ട്, ദീപു ഉണ്ട്. ദീപു കുറെ ആയല്ലോ വന്നിട്ടല്ലേ? ദീപുവിന്റെ പ്രകടനം കണ്ട് കുറെ നാളായി. കൊച്ചു പ്രദീപ്, സൂര്യശ്രീ, ദീപു. അടിപൊളി. ഹലോ ചേട്ടാ, എന്ത് പണിയാ ചേട്ടാ ഈ കാണിക്കുന്നത്? ഞങ്ങൾ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാന്ന് അറിയാവോ? ദുബായിലെ ഫസ്റ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേട്ടന്റെ കൂട്ടുകാർ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേ? ഞങ്ങൾ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യും. മണി ഉച്ചയായില്ലേ? വരുവോ? സാധനം എല്ലാം ചേട്ടൻ കൊടുത്തു വിട്ടിട്ടുണ്ടോ? ഉണ്ടോ? അച്ഛനോ? ഓ, അതിനെ പാടത്ത് കുത്തിർത്തിയിട്ടുണ്ട്. അതല്ല, അച്ഛൻ പാടത്ത് നിൽപ്പുണ്ടെന്ന്. ഇപ്പൊ വരും, ഇപ്പൊ വരും. ശരി ശരി. അച്ഛൻ വരുന്നുണ്ട്. ശരി, ഞാൻ വിളിക്കാവേ, ഞാൻ വിളിക്കാം. ശരി. എടി കൊച്ചേ, എന്റെ തലയുടെ മുകളിൽ 3 പ്ലെയിൻ പറന്നുപോയി. ആ 3 പ്ലെയിനിൽ ആ ചെറുക്കനില്ല. ഞാനാണെങ്കിൽ പാടത്ത് പോയി തുണി പൊക്കി കാണിച്ചു മടുത്തെന്ന്. എന്റെ പൊന്നച്ച, തുണി ഇറക്കി കാണിച്ചാൽ നിർത്താനുള്ളത് ട്രെയിൻ അല്ല വരുന്നത്, ഫ്ലൈറ്റിലാ വരുന്നത്. അത് എയർപോർട്ടിൽ നിങ്ങൾ വന്നോളൂ. ഉത്തരവാദിത്തം വിട്ട ആൾക്കാർ തുണി നോക്കി കാണിക്കുമ്പോ അവർക്ക് നിർത്താൻ തോന്നിയാലോ ചിലപ്പോ ഇറക്കി വിടൂലേ? ഇങ്ങനൊരു അമ്മായിയച്ഛനെ ആണല്ലോ എനിക്ക് കിട്ടുക ഓർക്കുമ്പോഴാ ഞാൻ. ഇതെന്തിനാ? ഇതോ? എന്തിനാ ഇത്? എന്റെ മോനിന്ന് അപ്പന് സ്പെഷ്യൽ സാധനം കൊടുത്തു വിടും. ഇന്ന് ഞാനിവിടെ കിടന്ന് ആടേച്ചിയാ പൊളിക്കും. നോക്കിക്കോ. ഈ 2 ഗ്ലാസ് എന്തിനാന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിയേഴ്സ് പറഞ്ഞിട്ടാ കഴിക്കാറുള്ളൂ. ആരോട് പറയാ? പാലത്തിക്കൽ കുമാരനുമായിട്ട്. ഞാൻ അല്ലാണ്ട് വിടാരാ? നിന്റെ അമ്മായിമ്മ, അതായത് എന്റെ പെണ്ണും പിള്ള ഉണ്ടായിരുന്നപ്പോ ഞാൻ ഒരു മനുഷ്യന്റെ മുമ്പിൽ ചിയേഴ്സ് പറയാൻ വേണ്ടി കൈ നീട്ടേണ്ട കാര്യമില്ലായിരുന്നു. ഒരു ഗ്ലാസ് എപ്പോഴും അവക്കടയിൽ സ്റ്റോക്കാണ്. എന്റെ ദൈവമേ, ഓരോ നാട്ടിലെ അമ്മായിയമ്മയും നാത്തുമാരും തമ്മിലാ പോരും. ഇവിടെ അമ്മായിയപ്പം പോരാ. ഇവിടെ അമ്മായിയപ്പം പോരാതെ ഇവള് മാത്രമേ പറയുള്ളൂ. ഈ നാട്ടുകാർക്ക് മൊത്തം ഞാൻ മതിയില്ലേ വെറുതെ കിടന്ന് പറയണത്. അതല്ല ഞാൻ പറഞ്ഞത്. അമ്മായിയപ്പം പോരാന്ന് നമ്മൾ തമ്മിൽ അങ്ങ് എപ്പോഴും വഴക്കാന്നാ ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം. അറിയാത്തൊരു ചെറുക്കൻ ഈ വീട്ടിലോട്ട് വന്ന് കയറാൻ പോ, അതും എന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ. അനാവശ്യ വർത്താനം ഒന്നും പറയാൻ നിൽക്കരുത്. ലോകമറിയുന്നൊരു ഫയർമാനോട്, റിട്ടയർഡ് ഫയർമാനോടാണ് നീ ഈ ഫയർ ചെയ്യുന്നത്. മനസ്സിലായിട്ടോ? എന്നെ പറ്റി യാതൊരു ചിന്തയൊന്നും എനിക്കില്ല. എന്റെ ദൈവമേ, നിങ്ങളെ കുറിച്ചുള്ള ചിന്ത ഉള്ളോണ്ടാ ഞാൻ എന്റെ വീട്ടിൽ പോലും പോയി നിൽക്കാതെ ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ കൊണ്ടാണെങ്കിൽ ഒരു ഉപകാരം എനിക്ക് ഈ കുടുംബത്തിനില്ല. കണ്ടോ? പറയണേട്ടോ ഒരു ഉപകാരമില്ലാന്നോ? ഈ നാട്ടിലെ ആൾക്കാർക്ക് എന്ത് പ്രശ്നം വന്നാലും അതിന് മധ്യസ്ഥത തീർക്കാൻ ഈ പ്രാണി മാത്രമേ ഉള്ളൂ. പ്രാണിയോ? പ്രാണിയല്ല, പ്രമാണി മാത്രമേ ഉള്ളൂ. ഈ പ്രമാണിയുടെ ഗുണം നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ അതിര് തർക്കത്തിന് ദിവാകരന്റെ അടുത്ത് എന്നിട്ട് അവരുടെ അവിടുത്തെ സർവേ കല്ല് ആരും കാണാതെ വലിച്ചൂരി കളഞ്ഞ മനുഷ്യനായത്. എന്നിട്ട് സർവേ കല്ല് പോലെ മൊത്തം ഈ വെള്ള പെയിന്റ് അടിച്ച് അവിടെ പോയി ഒരു ഫിഗർ പിടിച്ച് ഇങ്ങനെ അങ്ങ് നിന്ന്. അയാളാണെങ്കിൽ ഈ മാങ്ങ പറിക്കുന്ന തോട്ടി കൊണ്ട് ഒറ്റ തോണ്ട് ഈ അടുക്കളയിൽ വന്നാ വീണത്. JCB കൊണ്ട് ആ മതില് കുത്തിപ്പൊളിക്കാൻ വന്നപ്പം ഈ സർവേ കല്ല് 100 ഓടുന്നത് ഞാൻ കണ്ടതാ. വലിയ വർത്താനം അതുകൊണ്ട് എന്റെ അടുത്ത് പറയരുത് നിങ്ങൾ, കേട്ടോ? ആ ചെറുക്കം വരാറായി. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാന്യത കളയരുത്. നല്ല വൃത്തിയായിട്ട് അന്തസ്സായിട്ട് സംസാരിക്കണം. അതൊക്കെ എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ എന്റെ ദൈവമേ, വരുന്നുണ്ടോ തോന്നുന്നു, കേട്ടോ? അട്ടി വന്നടി. പെങ്ങളെ ഇങ്ങനെയൊക്കെ പറയണേ. അല്ല, അറബിയും കൂടെ വന്നായിരുന്നേ. മോളെ ഒരു കഥയിലിട്ട് കൊടുക്ക്. അല്ലെന്ന് അറബി കൂടെ വന്നല്ലേ പറഞ്ഞേ? ഞാൻ ഗൾഫിലായിരുന്നല്ലേ, അപ്പൊ അറബ് സംഭവമൊക്കെ ഇങ്ങനെ കൂടെ വരും. അതുകൊണ്ടാണ് എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഞാൻ മസ്കറ്റ് ബിനു. ബക്കറ്റിൽ വീണെന്നല്ല, മസ്കറ്റ് ബിനു. 18 വർഷം ബക്കറ്റിൽ തന്നെ അല്ലെന്ന്. 18 വർഷമായിട്ട് ഞാൻ മസ്കറ്റിലായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരന്മാരല്ലേ എപ്പോഴും എന്നെ മസ്കറ്റ് ബിനു എന്ന് ഞാൻ വിളിച്ചോണ്ടിരിക്കും. പിന്നെ എനിക്ക് തീരെ സമയമില്ല, നിൽക്കാൻ ഒട്ടും സമയമില്ല. അല്ലെന്ന്, എനിക്ക് നാട്ടിൽ പോയിട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് എന്റെ കുഞ്ഞു പെങ്ങളുടെ കല്യാണവും കാര്യങ്ങളൊക്കെയാണ്. ഈ കൈവെള്ളയിൽ വെച്ചാ ഞാൻ അവളെ വളർത്തിയത്. കുഞ്ഞുമക്കൾ ചാടിപ്പോയതാണ്. ചാടിപ്പോയെന്ന് അവളെ കല്യാണത്തിന് വേണ്ടിയാണ് ഞാൻ ഓടിപ്പടച്ച് വന്നത്. ആ കൂട്ടത്തിലാണ് ഈ സാധനം കൊണ്ടുവന്നത് എന്നാ ഞാൻ പറഞ്ഞത്. എന്റെ കരച്ചിലായിട്ടിപ്പോ ഞാൻ വിചാരിച്ച പെണ്ണു വല്ലോണ്ട് കൂടെ പോയി കാണൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയാ, വിചാരിക്കല്ലേ. അത് കുഴപ്പമില്ല. പിന്നെ ജോയി പോയിട്ട് എത്ര നാളായി? 5-6 വർഷമായി. ലീവ് കിട്ടിയിട്ട് വന്നില്ലല്ലോ. ഇതാണ് വരാത്തത്. നീ ആരോടാ കരുത്ത് സംസാരിക്കുന്നറിയാമോ?
ലോകമറിയുന്ന റിട്ടയർഡ് ഫയർമാനോട് സംശയം കേറിപ്പോടിയകത്ത് വല്ല ചായ വല്ലയിടത്തൂടാ. റിട്ടയർഡ് ഫയർമാൻ വൈകുന്നേരം വിളക്ക് കത്തിക്കണമെങ്കിൽ തീപ്പെട്ടി ഞാൻ ഉരച്ചു കൊടുക്കണം. അതാ റിട്ടയർഡ് ഫയർമാൻ. എന്നെ കൊണ്ട് പറയിക്കരുത്. ചെറുക്ക ഇരിക്കട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അതെ, ഈ റിട്ടയർഡ് ഫയർമാൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിട്ടയർമെന്റ് കഴിഞ്ഞ പിന്നെ ഫയർ വായനയോട് ഫയർ വായന. പിന്നെ സംഭവം അതല്ല, എന്റെ അച്ഛൻ വലിയൊരു മജീഷ്യനായിരുന്നു. ഈ തലയിൽ ഇങ്ങനെ അടുപ്പൊക്കെ വെച്ചിട്ട് കത്തിക്കണം അങ്ങനത്തെ? അതല്ല സർപ്പങ്ങളുടെ കൂടെ സൈക്ലയജ്ഞം നടത്തൂലേ? സർപ്പയജ്ഞം. അതായത് ആര് പറഞ്ഞാ വിശ്വസിക്കില്ലേ, ഒരു 100ഓളം പാമ്പുകളുടെ കൂടെ ഒരു കുഴിയിൽ പുള്ളി കിടന്ന് ഉറങ്ങി. ഒരു പാമ്പ് കടിച്ചില്ല. അയ്യോ, പിറ്റേ ദിവസം പുള്ളി ചത്തുപോയി. അതെങ്ങനെ? പാമ്പ് കിടന്നിട്ട് ഒരു പാമ്പ് കടിച്ചില്ലെന്ന് പറഞ്ഞിട്ട്? ഒരു പാമ്പ് കടിച്ചില്ല, ബാക്കി 99 പാമ്പും ആറഞ്ചാം പുറഞ്ചാം കടിച്ചു. എന്തിനെ വിഷമില്ലാത്ത നീർക്കോലി വരെ വന്ന് കടിച്ചു. ഈ ഒരു സംഭവത്തോടു കൂടി എനിക്ക് ഫയർമാൻ ആവണം എന്നുള്ള ഭയങ്കര ത്വരയായി. അങ്ങനെ ഫയർമാൻ ആയതാ. അതവൻ പറഞ്ഞായിരുന്നു. പറയും അച്ഛന്റെ കാര്യങ്ങൾ എപ്പോഴും പറയുന്നു. പിന്നെ അവൻ വന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എപ്പോഴും അച്ഛന്റെ കാര്യമാണ്. ഈ ചെറുക്കന്റെ കുഴപ്പം. അല്ല, ഇതിന് മാത്രം 24 മണിക്കൂർ പറയാനായിട്ട് ഇത് എന്നാ ഇവൻ പറയണത്? വർഷങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയില്ലേ, ഞാനും മറന്നുപോയി എന്തിനാണ് പറഞ്ഞത്. ഇവന്റെ കുഴപ്പം ഇത് നാട്ടിലുണ്ടായിരുന്നപ്പോഴും നാട്ടുകാരെ കൊണ്ട് അവൻ അച്ഛന് പറയിക്കും. അതേ കുഴപ്പം. ഞാൻ ചെറിയൊരു വിഷമമുണ്ടല്ലോ, ഒരു ചെറിയ ഒരു ഇതുണ്ട്. ഒന്നുമല്ല, ഞാനേ ഇപ്പൊ നമ്മള് വന്ന് ഇറങ്ങിയല്ലേ, എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറുതൊന്ന് കഴിക്കും. കുഴപ്പമില്ല, ചെറുപ്പക്കാരല്ലേ, കഴിച്ചു പോകും. അങ്ങനെ ഇത് കഴിച്ചെന്നല്ല പറഞ്ഞത്. ഞാന് പിന്നെ ചപ്പാത്തിയും കൂണും കൂടെ കഴിച്ചായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടേ. എനിക്കൊന്ന് ഫ്രഷ് ആയാൽ കൊള്ളാം എന്നുണ്ട്. അത്രയല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്തോ, തെക്കോട്ട് പോകാം. പുറത്തു പോണോ അകത്ത് പോണോ? അകത്തകത്തകത്ത്. ഇത് നമ്മൾ വാഷ്റൂമിൽ കയറിയിട്ട് വാഷ്റൂമിന്റെ പട്ടിക അടിച്ചിട്ടുണ്ട്, അതിൽ കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ വന്ന് തുറക്കും, നീ ചമ്മിപ്പോ. അതെ ചേട്ടാ, അച്ഛന് മദ്യക്കുപ്പി ഒന്നും കൊടുത്തേക്കല്ലേ. അച്ഛന് മദ്യക്കുപ്പി ഒന്നും കൊടുക്കല്ലേ കേട്ടോ. അയ്യോ, അത് ഞാൻ മറന്നു ചേട്ടാ. സാധനം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വിട്ടേ പോയി. അയ്യോ, നേരത്തെ കയറും തന്നു. തുറക്കണ കാര്യം അവിടെ നിന്ന് വന്നപ്പോഴേ ഒരു സാധനം ഞാൻ എന്റെ കൂട്ടുകാരന്മാർക്ക് എടുത്തു വെച്ച സാധനമാണ്. കുഴപ്പമില്ല. എന്റെ അത്ര ഉള്ള കുപ്പി ഇന്ന് ഞാൻ പൊളിക്കും. കഴിക്കേ. എനിക്ക് വേണ്ട 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 കഴിക്കടാ. അല്ല, എനിക്ക് വേണ്ട. ഞാൻ തിരിച്ച് പോകുമ്പോഴത്തേക്ക് ബിവറേജ് കയറി ഒരെണ്ണം എടുത്തോളാം. അയ്യേ, മോശം 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 മോശം. ദുബായിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളല്ലേ കഴിക്കണ്ടേ? പോളോയ്ക്ക് ബിവറേജിലൊക്കെ കയറി കഴിഞ്ഞാൽ നാണക്കേടല്ലേ മിസ്റ്റർ? അതൊരു സുഖമാണ്. കാരണം നമ്മൾ വണ്ടി നിർത്തിയിട്ട് ബിവറേജിന്റെ ക്യൂവിന്റെ ഇടയിൽ ചെന്ന് കയറി 2 തെറിയൊക്കെ കേട്ട് അവിടെ നിന്ന് ഒരു സാധനം എടുത്തിട്ട് ആ സ്റ്റിക്കർ എടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചിട്ട് ഏതെങ്കിലും റബ്ബറും കാട്ടിലോ ആറ്റിന്റെ സൈഡിലോ പോയിരുന്ന് കുടിക്കുന്ന ഒരു സുഖം ഈ സാധനത്തിന് കിട്ടൂല. എന്താണ് നൊസ്റ്റാൾജി അടിക്കാതെടി? പിന്നെ മരിക്കണേക്ക് മുമ്പ് എന്റെ ഉള്ളത് ആകെ ഒരു ആഗ്രഹമാണ്. അത് വേറെ ഒന്നല്ല, എനിക്ക് റിക്കാർഡ് ഡാൻസ് ഒന്ന് കണ്ടാക്കണമെന്നൊരു ചെറിയ ആഗ്രഹം. അതായത് മനസ്സിലായില്ലേ, മറ്റേ നമ്മള് മദ്യം കുടിക്കാൻ. എനിക്ക് മനസ്സിലായില്ല, എന്ത് സംഭവം മനസ്സിലായില്ല? ഇല്ല, ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിനക്ക് മനസ്സിലാവും. നീ വയസ്സാങ്കാട് തീരെ വയ്യല്ലേ? അല്ല, ഈ സംഭവം കാണാനുള്ള പരിപാടി. ഇതിന്റെ പേരെന്താണ്? ഇതെന്ന് പറയുന്നത് ബെല്ലി ഡാൻസ്. ബെല്ലി ഡാൻസ്. ഇതൊന്ന് കണ്ടോളാം വയ്യ എനിക്ക്. ഇത് കാണണോ? നിങ്ങൾക്ക് ജീവിക്കട്ടെ, നിങ്ങൾക്ക് മരിച്ചേ പറ്റുള്ളൂ. എന്ന് കയറണം. നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ സംഭവം അല്ലത്. അല്ല, പിന്നെ ചത്തുവോ? പിന്നെ നിങ്ങൾ ചത്തുപോലും. ഇതൊക്കെ നിങ്ങൾ ഇവിടെ ബെല്ലി ഡാൻസ് ചെയ്താൽ നാട്ടുകാർ ഇവിടെ പിള്ളേർ നിങ്ങളെ പിള്ളേർ ഇവിടെ നിങ്ങൾക്ക് ബലിയിടും. എനിക്ക് വാഷ്റൂമിൽ പോട്ടെ. എനിക്ക് വലിച്ചു പിടിക്കണേ. പിന്നെ പുറത്തോട്ട് പിടിക്കണം. ഓ ശരി. ആ ചെറുക്കൻ എന്തിയേ? അവന് വാഷ്റൂം കഴിച്ച കാരണം മഷ്റൂം വരെ ഒന്ന് പോയി. അവനെ ഭക്ഷണം കഴിച്ചിട്ട് സുഖമല്ല, കാരണം വാഷ്റൂമിൽ പോയി. ആണല്ലേ? ആ ചെറുക്കന്റെ പെട്ടിയുടെ അടുത്തൊന്നും കടന്ന് തിരിഞ്ഞു കളിക്കല്ലേ, അച്ഛൻ ഇങ്ങോട്ട് മാറിയിരിക്കും. പിന്നെ അവൻ എന്നെ കൊണ്ട് ചെറുക്കൻ എന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല, അവൻ വന്നിട്ട് നമുക്ക് പൊട്ടിച്ചു തരുമെന്ന്. എന്നെ പറയണത് എടേ, ദുബായിൽ ഇത്രയും വലിയ പെട്ടി നമുക്ക് കൊണ്ടു തന്നിട്ട് ഇനി അത് പൊട്ടിക്കാനും ഉള്ള പണി അവനെ ഏൽപ്പിക്കണോ? അല്ല, അത് തുറക്കണിയാണ്. അല്ല, മോശമല്ലേ അച്ഛാ അത്? അല്ല, അത് മോശമല്ലേ അത്? അല്ല, അത് മോശമല്ലേ അച്ഛാ അത്? നമ്മൾ അന്യന്റെ പെട്ടി അങ്ങനെ തുറക്കുന്നത് മോശമല്ലേ അച്ഛാ അത്? തുറന്ന് മലത്തി വെച്ചു പറയാ മോശല്ലേന്ന്. ഗൾഫിന്റെ പെട്ടി പൊട്ടിക്കുമ്പോ എന്തോ ഒരു മണവാ. അത് അതിന്റെ മണമല്ല, ആ സ്പ്രേയുടെ ഡെപ്പിലെ തുറന്നു കൊടുക്കുക. കണ്ടോ, ഒരു വലിയൊരു സ്പ്രേ ആണല്ലോ. അച്ഛൻ അടിക്കട്ടെ. നീ
എന്നെ കൊല്ലാൻ നോക്കുവാണോ? അല്ല, ഇത് സ്പ്രേ ഗൾഫിലെ. അത് നിനക്ക്, എനിക്കിത് ചുഴലിക്കാറ്റ. ഞാനിപ്പോ അതിർത്തി വിട്ടു പോയതേ, അറിയാവോ? അച്ഛാ, എന്തെല്ലാം സാധനങ്ങളാ. സാരി കണ്ടോ? ഞാൻ പറഞ്ഞ പോലത്തെ പട്ടുസാരി. അതിനൊന്നും മിണ്ടാതെ അങ്ങ് ഒരു പോക്ക് പോകുന്നേ. അതെന്നാ? ഞാൻ പിണങ്ങി നിക്കണതാ. ഇത്രയും നല്ല സാരി നിനക്ക് കൊണ്ടുപോയിട്ട് ഒരു തുവാലയുടെ കഷ്ണം എനിക്ക് കൊണ്ടു തന്നു. തുവാല ആർക്കാ നോക്കിക്കേ ഈ ഷർട്ട്? ദൈവമേ, കിടുക്കാച്ചിന്ന് വെച്ചാ കിടുക്കാച്ചി. ദൈവമേ, തെങ്ങിന്റെ പടമുള്ള ഷർട്ടാ. കണ്ട പൊളിക്കും. വേറെ എന്നാ ഉള്ളെന്ന് നോക്കി. പെട്ടി അങ്ങോട്ട് പൊട്ടിച്ചപ്പോഴത്തെ കൈലോക്കത്തെ നോട്ടം കണ്ടോ? എന്റെ സുമതി ചേച്ചി, എന്റെ കെട്ടിയോൻ ആയിരുന്നു വന്നെങ്കിൽ നിങ്ങൾക്ക് സത്യമായിട്ട് ഞാൻ എന്തെങ്കിലും തന്നേനെ. ഇതിപ്പോ എന്ന് പറഞ്ഞതാണ് ആ കൂട്ടുകാരന്റെ കയ്യിൽ ഒരു കുറച്ച് സാധനം കൊടുത്തു വിട്ടതേ ഉള്ളൂ. അതുപോലും വരുന്നില്ല. കണ്ടോ? എന്തു ചെയ്യാൻ? അയൽവക്കക്കാർക്ക് കൊടുക്കാൻ പോലും പറ്റത്തില്ല. വേലിക്ക് ചെറുക്കം നോക്കിയിരിക്കണുണ്ടോ? ആ ചെറുക്കം നമുക്ക് വീട്ടിലേക്ക് വല്ലപ്പോഴും മീനൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ ടീമാണത്. ഒരു 2 മിഠായി കൊണ്ട് കൊടുത്തേ. സുമതി ചേച്ചിക്ക് കൊടുക്കാതെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ആ വേലിക്കിലൂടെ എനിക്ക് കടന്നു പോകാൻ? എല്ലാവർക്കും കൊടുക്കാൻ തകയില്ലാതെ അവര് നമ്മുടെ പിള്ളേരല്ലേ. കൊണ്ട് കൊടുത്തേ, കൊടുക്ക. എന്നെ കൊണ്ട് അവര് എന്നെ വഴക്ക് പറയുന്ന കേൾപ്പിച്ചേ പറ്റത്തുള്ളൂ. പല സാധനങ്ങൾ കൊടുത്തു തിന്നാൻ പഠിക്കാം. ഒന്നും തോന്നരുത്, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ തരും ഞാൻ, കേട്ടോ. എപ്പോഴും മീനൊക്കെ വാങ്ങിക്കാൻ സഹായിക്കുന്നോണ്ടാ കേട്ടോ. അച്ഛന്റെ നിർബന്ധം കൊണ്ട് അങ്ങ് തന്നേ ഉള്ളൂ. കൊള്ളാം. അതെ, കൊടുക്കാറാകുമ്പോ നമ്മളൊരു മിഠായി എങ്കിലും കൊടുക്കണമല്ലോ. കൊടുത്തോ എല്ലാവർക്കും കൊടുക്കും. ചേച്ചിയുടെ ഒരു നോട്ടം കാണണമായിരുന്നു. എന്തെല്ലാം സാധനം. അച്ഛാ, എന്റെ ചേട്ടൻ എനിക്ക് കൊടുത്തു വിട്ടേക്കുന്നത് കണ്ടോ? എന്റെ ദൈവം, ഒരു 5 പവൻ മിനിമം ഉണ്ടാവും. 5 പവനിൽ കൂടുതലുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. സൂപ്പർ, അടിപൊളി. എന്റെ ദൈവമേ, എന്തൊക്കെ സാധനങ്ങളാ. എനിക്ക് കൊച്ചു കവർ അങ്ങോട്ട് മാറ്റി. ഞാൻ പറഞ്ഞു വിട്ടതാ, എനിക്കുള്ളതാ അതല്ല. ഇവിടെ അയ്യോ മോളെ. അയ്യോ, വന്നു മോനെ. ചായ എടുത്ത് കുടിക്കും. ചായ എടുത്ത് കുടിച്ചോട്ടെ. താങ്കളെ കയറ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കണേ. പൂട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. പെട്ടെന്ന് നാട്ടി. നല്ല പരിചയമുണ്ടല്ലോ ഇവിടെ. അതെ, ചേട്ടനല്ലേ? ഇതായിട്ട് തുറന്നത്? ഞാൻ തുറന്നു. നിങ്ങൾക്കുള്ള അല്ല, നിങ്ങൾ തുറന്ന ആവശ്യമില്ലാത്തത്. അതെ, മോനെ അവിടുന്ന് കൊടുത്തു വിട്ടല്ലേ അത്. മോൻ കൊടുത്തു വിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കണ്ടേ? എന്തിനാ തുറന്നത്? എന്റെ ചേച്ചിയുടെ മോന് ഞാൻ വാങ്ങിച്ച ഷർട്ട്. അയ്യോ, എനിക്ക് ഞങ്ങൾക്ക് ചേട്ടൻ കൊടുത്തു വിട്ട സാധനം. ഇതിലൊരു മാല കിടന്നവിടെ. അയ്യോ അയ്യോ, എന്റെ പെങ്ങൾക്കുള്ള മാല അതാ എടുത്തിട്ട് വെച്ചേക്കണേ. അയ്യോ, നിങ്ങൾക്കുള്ള അല്ലത്. ഇതെന്റെ ചേട്ടൻ കൊടുത്തു വിട്ട അല്ലെന്ന്, നിങ്ങൾക്കുള്ള വേറെയാണ്. ഒന്നും കൊടുക്കരുത് ചേച്ചി, നിങ്ങൾക്കുള്ള അല്ല ചേച്ചി. എന്റെ മാല തരത്തില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ജോയിനെ വിളിക്കാം. നിങ്ങൾക്കുള്ള ചേട്ടനെ വിളിച്ചു ചോദിക്കും. അത് കൊള്ളാം, ഞങ്ങൾ കള്ളത്തരം പറയുന്നവരല്ല. ജോയിനെ വിളിക്കാം. ചേട്ടൻ ജോയിനെ വിളിക്കും. ഓ, വീട്ടിൽ എത്തിയളിയാ. ഓ, എല്ലാരെയും കണ്ടളിയാ. എന്റെ പൊന്നളിയാ, എനിക്ക് തികഞ്ഞു. അളിയാ, പിന്നെ ഞാൻ ഇവിടെ അളിയും കുറച്ച് സാധനം തന്നിട്ടില്ലായിരുന്ന, അത് ഞാൻ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ പെട്ടിയിരുന്ന സാധനങ്ങളെല്ലാം പറക്കെടുത്ത് വെച്ചേക്കണല്ലേ. അത് എന്റെ ചേച്ചിയുടെ മോനെ ഒരു ഷർട്ട് എടുത്തേക്കണത്, എന്റെ മാല എടുത്തേക്ക് വെച്ചേക്കണേ. അളിയാ, എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കളിയാ. എനിക്ക് ഈ വീട്ടിൽ കൊണ്ടുപോകണം അളിയാ. അളിയാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വീട്ടിൽ കൊണ്ടു. ചേട്ടാ, ഈ മാലയില്ലേ, ഈ മാല. അളിയോ അളിയോ അളിയോ, അവക്കത് നിനക്ക് അല്ല, അവക്ക് കൊടുത്തേക്കണ മാലയാണ്. ഞാൻ വീട്ടിൽ പോയെന്ന് സമാധാനം. ഒരു വീട്ടിൽ കയറി വന്നിട്ട് കട്ടായി പോയി. അളിയാ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കളിയാ. ഞാൻ എത്ര പറഞ്ഞിട്ട് ഒരു മനസ്സിലാവുന്നില്ല അളിയാ. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള എന്റെ പൊന്നളിയാ. ചേട്ടാ, ചേട്ടാ, ഈ 5 പവന്റെ മാല. 5 ബാക്കിയുടെ പറ. ബാക്കി അഞ്ചുവിനാണത്. അത് അഞ്ചുവിനുള്ള മാലയാണോ? തരത്തില്ല. അഞ്ചുവിനുള്ളതല്ല, അതേത് നിങ്ങൾക്കുള്ള സാധനങ്ങൾ. ഈ 5-6 കൊല്ലം എന്റെ പോലെ അവിടെ പോയി കിടന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ എന്നെ കൊണ്ടുവന്നേക്കണേ. കൊണ്ടുവന്നത് ഞാൻ തരാം. ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഒരു കോടാലി തൈലം, ക്യൂടെക്സ് എല്ലാം അതിനകത്ത് ഇരിപ്പുണ്ട്. സമ്മതിക്കത്തില്ലേ? എടാ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ ഇത്? ഞാൻ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം ഇവിടെ കൊണ്ടുവന്നത്. അത് എന്റെ മര്യാദ. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യാനുള്ളത്? ഒരു അന്യനാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്ക് മോശമായിപ്പോയി, ഭയങ്കര മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. എനിക്ക് എന്റെ സാധനങ്ങൾ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഞാൻ തുറന്നത്
എന്റെ ചെങ്ങാതി ആ ചേച്ചിമാരൊക്കെ നോക്കുകയും ചെയ്യും ഇതിനകത്ത് വെക്ക് ആ കണ്ണാണെങ്കി ഇങ്ങോട്ടാ ഓന്നേ മര്യാദയില്ലാത്ത ആൾക്കാർ അടയ്ക്കത് നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നു. ഇനി ഒരു വീട്ടിലും തന്നു വിട്ടാ പോകില്ലല്ലേ? പോയിടത്തോളം കിട്ടി. താങ്ക്സ് താങ്ക്സ് നന്ദി. അപ്പൊ സന്തോഷം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓടാലി തൈലം കിട്ടിയേ കിട്ടി ബോധിച്ച്. അപ്പൊ സന്തോഷം. ഞാനേ പോട്ടാ. പിന്നെ കല്യാണത്തിന് രണ്ടുപേരും കൂടെ വരണം. വരും. വളരെ സന്തോഷം. ഇറങ്ങട്ടെ ചേച്ചി. ശരി, സന്തോഷം. എങ്ങനെയെങ്കിലും അങ്ങ് പോയാ. ഗൾഫിൽ നിന്നൊരു പെട്ടി വന്നു. പെട്ടി വന്ന പോലെ പോയി. ചേട്ടോ 3 മിഠായി ഇരുന്നില്ലേ? അത് തിന്നാർന്നോ? ഇല്ല. അതരാവോ? എന്തിനാ? വേറൊന്നും കിട്ടിയില്ല. പ്രദീപേ, നമുക്ക് ചോദിക്കാം, നസീർഖാനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. നസീർക്ക? കുഴപ്പമില്ലായിരുന്നു. തുടക്കം നല്ല രസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇൻട്രോ നല്ല രസമായിരുന്നു. കാര്യം നമുക്കൊരു പ്രതീക്ഷയായിരുന്നു ആരായിരിക്കും വരുന്നത്, ദുബായിൽ നിന്ന് വരുന്ന കൂട്ടുകാരൻ ആരായിരിക്കും. ദീപു ഈ ഇടയ്ക്ക് മാവേലി വരുന്ന പോലെ വന്നു പോവുകയാണല്ലോ. എന്ത് പറ്റി, പരിപാടിയാണോ അതോ സിനിമയുടെ ഷൂട്ടല്ലേ? അപ്പൊ എന്തായാലും സ്കിറ്റിലേക്ക് വരാം. സ്കിറ്റ് നമുക്ക് ഈ പറയുന്ന പോലെ ഇൻട്രോ നല്ല രസമായിരുന്നു, പക്ഷെ അതിനെ ബാലൻസ് ചെയ്യാൻ ബാക്കിലേക്ക് പറ്റിയില്ല എന്നുള്ളത് സത്യമാണ്. പുറകോട്ട് അതിനെ പിന്തുടർന്നു വന്നത് തമാശയുടെയൊക്കെ കുറവുണ്ടായിരുന്നു. അഭിനയം 3 പേരും നല്ല രീതിയിൽ കാഴ്ചവെച്ചു. സ്ക്രിപ്റ്റിൻ്റെ അകത്തുള്ള പോരായ്മകളാണ്. അതിൽ സ്ക്രിപ്റ്റിൽ തമാശ ഉണ്ടെങ്കിലല്ലേ നമുക്കത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. 3 പേരും ഗംഭീരമായിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ തമാശയുടെ കുറവുണ്ടായിരുന്നു. ത്രെഡും വലിയ കുഴപ്പമില്ലാതെ പറയാൻ പറ്റുള്ളൂ. കാര്യം ഇതേപോലത്തെ സംഭവങ്ങൾ ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ തോന്നിയത്. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കണം. നല്ല കോമഡികൾ തന്നെ വരണം. തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പറഞ്ഞോ. നസീർ പറഞ്ഞത് തന്നെയാണ്. ആദ്യം ആ കൊടി വീശുന്നതും തുണി വീശുന്നതുമായിട്ട് അമ്മായിയപ്പനും മരുമോളുമായിട്ടുള്ള വഴക്കമൊക്കെ നല്ല രസമായിട്ട് നല്ല പഞ്ചിൽ വന്നു. പക്ഷേ ആ സാധനങ്ങൾ എടുത്ത ശേഷമുള്ള ആ സ്ക്രിപ്റ്റ് വർക്ക് ഇത്തിരി ലാഗായി പോയി എന്നുള്ളതാണ്. ബാക്കിയെല്ലാം പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. ത്രെഡ് നല്ലതാ. പിന്നെ എനിക്കൊരു വിഷമം എന്ന് വെച്ചാൽ ഞാൻ ഇത് നല്ലതൊന്നും കഴിക്കാമെന്നോർത്ത് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതും തിരിച്ചു കൊടുക്കണമല്ലോ എന്നുള്ളൊരു മനപ്രയാസത്തിലിരിക്കുകയാണ് ഇവിടെ. ഏതായാലും നിങ്ങളുടെ സ്കിറ്റിൻ്റെ ആ പ്ലാനും ത്രെഡും വളരെ നല്ല ത്രെഡായിരുന്നു. പക്ഷേ അവസാനത്തെ ക്ലൈമാക്സ് ഒരു പവർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്ത വർഷം നിങ്ങൾ ഗംഭീരമായിട്ട് വരും. പ്രദീപ്, ദീപു, സൂര്യശ്രീ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കൂടുതൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ 3 പേരെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണുന്നവർക്കും എന്താണ് ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. ആകാംക്ഷയൊക്കെ ഒത്തിട്ട് അങ്ങോട്ട് തമാശകളുടെ കുറവാണ് കേട്ടോ. പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് ഉഗ്രനായിരുന്നു. കാരണം തമാശ ഇത്തിരി കുറവുണ്ടെന്ന് തോന്നി എനിക്ക്. ഞാൻ മറ്റേ സെൽവൻ ആ വീഡിയോ കോളിൽ വന്ന സാധനം നല്ല സാധനം വരുന്നത്. കാരണം അത് റേഞ്ച് കട്ടാവണത് നമ്മുടെ സൂര്യശ്രീയുടെ മാലയാണോ, അദ്ദേഹം കൊടുത്ത മാലയാണോ, ഇദ്ദേഹത്തിൻ്റെ മാലയാണെന്നുള്ള കൺഫ്യൂഷനിലും ക്യൂരിയോസിറ്റിയിൽ നിൽക്കണം നമ്മൾ. അതിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ത് പറഞ്ഞാൽ. പിന്നെ പുള്ളിക്കാരൻ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തമാശകളുടെ കുറവാണ് ഇതിനകത്ത് ഞാൻ കണ്ടത്. കുറച്ച് പ്രകടനം കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കോമഡികൾ കൊണ്ടുവരാമായിരുന്നു എന്നല്ലേ. ഇപ്പോഴത്തെ റീസെൻ്റ്ലി നമ്മൾ ഇപ്പം ദുബായിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കേരളത്തിൽ കിട്ടും. പക്ഷെ എന്നാലും ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു കുറവില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊതുവായ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി പവർഫുൾ ആയേനെ. പ്രകടനത്തിൽ യാതൊരു കുഴപ്പമില്ല. തമാശകളിൽ ഒരു ചെറിയ കുഴപ്പമെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ തമാശയാണല്ലോ വേണ്ടത്. ദീപുവിൻ്റെ ചെറിയ മാറ്റം ക്യാരക്ടർ ബേസിൽ അത് കറക്റ്റ് ആണെങ്കിലും ദീപു ഈ ഇതിനകത്ത് മാറി നിൽക്കുമ്പോൾ വലിയൊരു ആർട്ടിസ്റ്റാണ്. നമ്മൾ കുറേ നേരം മാറിയിരിക്കണത്. കാരണം 3 പേരും കൂടി കൂടുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് മാറി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ കൊണ്ട് ക്യാരക്ടർ ബേസിൽ അതൊന്നും നല്ലതാണ്. അതങ്ങനെ പോകണം. സാധാരണ ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റാണ് വേണമെങ്കിൽ കുറച്ച് നേരം മാറിയിരിക്കുക. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ പെട്ടെന്ന് തിരിച്ചു വരും. ഒരേ ലാഗ് ചെയ്യിക്കാതെ തിരിച്ചു വരണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലുള്ള അഭിപ്രായം. ഞാൻ പറയാനുള്ളത് നല്ല സ്കിറ്റായിരുന്നു, നല്ല അവതരണം വരുന്നു. തമാശകൾ കുറഞ്ഞു പോയെന്നൊരു സംശയമുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം മാർക്കിലേക്ക് പോകല്ലേ? പ്രസാദം കൊടുത്തോ. ഞാനൊരു 8,000 rupees, 8,000 രൂപ. അപ്പം ഞാനൊരു 1000 രൂപ കുറച്ച് 7,000 രൂപ. അപ്പം 8, 7, 15, 15,000 രൂപ ഇപ്പോൾ ഓൾറെഡി ആയിരിക്കുകയാണ്. ബാക്കി എത്രയാണെന്നറിയാം. ബാക്കിലേക്ക് നോക്കൂ. ഇത് പോരാ, നമ്മുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല അല്ലേ. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ക്ഷീണമൊക്കെ മാറ്റിയെടുക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ ടൈം തീർന്നു. അതെ, പെട്ടെന്നായി പോയല്ലേ. വളരെ മനോഹരങ്ങളായ സ്കിറ്റുകളായിരുന്നു ഇന്ന് അവതരിപ്പിച്ചത്. അതെ. നാളെ പുതിയ ചിരികളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.